ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മത്യോമുത്തിർനമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. जय प्रहलादेश जया पद्ममुख मुख पद्मभंग। अत्युग्नाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिला प्रभुपाद की जय। घर परमानंदे हरि हरि बोल। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपान्तिकं। वन्देऽहं श्रीगुरोर्श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मुखं करोति वाचालं पङ्गुं लङ्कायते गिरि यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। वाञ्छाकल्पतरुपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताक स्वामिनिधि नामिने नमाचार्याय पदाय कृपाप्रदायिने गौरकदा दामोदाय नगरग्रामतारिणीं नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणीं। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। सदा सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। हरे कृष्ण। ओं नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। हरे कृष्ण। സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രഘുദേവി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ ശിവി മാതാജി. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി യോഗിനി ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ ശൈല മാതാജി ആൻഡ് സുഗതൻ പ്രഭു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് കൃഷ്ണ പ്രഭു. മംഗള ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ മംഗളാചരണം എല്ലാം ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു 5 അധ്യായങ്ങൾ ഭഗവത്ഗീതയിലെ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ 5 എണ്ണത്തിനെയും പ്രശ്നോത്തരിയും ഇട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും അത് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്നവരൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. കാര്യം ഇനി അങ്ങോട്ട് വരുന്ന പല ശ്ലോകങ്ങളും എന്താ പറഞ്ഞാൽ റെപ്പറ്റീഷനും ഒക്കെ തന്നെ തോന്നാം ഒരു ശ്ലോകങ്ങളുടെ. കാര്യം എനിക്കും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. കാര്യം ഞാൻ ഇപ്പൊ 3 ചാപ്റ്ററുകളിലൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങളെ 6ാമത്തെ അധ്യായം എടുക്കുന്നെങ്കിൽ വേറൊരു സ്ഥലത്ത് 18ാമത്തെയാണ്, വേറെ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേന് അത് 4ാമത്തെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വരുന്നതുകൊണ്ട് ഞാൻ ചില ശ്ലോകങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നും ഇന്ന് ഞാൻ രാവിലെ അവിടെ പറഞ്ഞത് തന്നെയാണല്ലോ ഈ ശ്ലോകത്തിൽ വരുന്നതെന്ന് തോന്നിപ്പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പഴയ ശ്ലോകമായിട്ടൊരു ഡീപ്പ് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു കോയിൻസിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് ഇവിടെ ആയിരുന്നു ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആ ഭഗവാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ശരിക്കും എനിക്ക് ഒന്നുകൂടെ കൂടുതലായിട്ട് മനസ്സിലായി. അന്ന് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അത് കുറച്ചുകൂടെ ഉറപ്പിച്ചു, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ചാപ്റ്റർ നമുക്ക് എടുക്കുന്നതിന് മുൻപ് ഭഗവാൻ 5ാമത്തെ അധ്യായത്തിൽ സന്യാസ കർമ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്നുള്ള ആ അധ്യായം നമ്മൾ എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഭഗവാൻ ഇങ്ങനെ ധ്യാനത്തെ പറ്റി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വിട്ടു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവർക്കും നമുക്ക് തുടങ്ങുന്നതിന് മുൻപേ ഞാൻ പറയേണ്ട എല്ലാ ഗുരുക്കന്മാരുടെയും ശിക്ഷാഗുരുക്കന്മാരുടെയും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൃപയും പ്രാർത്ഥനയും അനുഗ്രഹവും ഭഗവാന്റെ രാധാറാണിയുടെയും
സദാ എന്താണ് മെർസിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇനിയുള്ള മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ എടുത്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ വൈഷ്ണവരുടെയും എല്ലാ ഗുരുജനങ്ങളുടെയൊക്കെ മുൻപിൽ നമ്മൾ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനുശേഷം പറയാം. ഭഗവാൻ 5-ാമത്തെ അധ്യായത്തില് നിങ്ങൾ ആ ഒരു ശ്ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ധ്യാനത്തെ പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിന്റെ ഒരു ബാക്കി പോലെയാണ് നമുക്ക് ഈ 6-ാം അധ്യായം തുടങ്ങുന്നത്. അപ്പം അത് ഏത് ശ്ലോകമായിരുന്നു എന്ന് ആർക്കാ ഓർമ്മയുള്ളത്? 5:29 നമ്മൾ ശാന്തി മന്ത്രം എന്ന് പറഞ്ഞെടുത്തത്. അതിന് മുൻപേ ഉള്ള ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പോന്നിരുന്നു. അത് 27, 28 ശ്ലോകങ്ങളിൽ കൂടെയാണ് പറഞ്ഞു പോകുന്നത്. ആ ശ്ലോകത്തിന്റെ വിവർത്തനം മാത്രം ഞാനൊന്ന് വായിക്കാം. ബാഹ്യ വിഷയങ്ങളെ എല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. അപ്പം മുക്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രഡക്ഷൻ പോലെ ഈ ചാപ്റ്റർ നൽകുകയാണ്. ധ്യാനം. ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിറ്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെ? നമുക്കിപ്പോ അറിയാം, എവിടെ ചെന്നാലും മെഡിറ്റേഷൻ കോഴ്സുകളാണ്, അല്ലെ? ഓൺലൈനിലുണ്ട്, ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാലുണ്ട്, മറ്റേ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാലുണ്ട് മെഡിറ്റേഷൻ കോഴ്സുകൾ. അവിടെ വന്ന് ഒരു മാതാജി ഉണ്ട്, VKC മലയാളം എന്നോ അങ്ങനെ എന്നാ ഒരു പറയുന്നതിന്റെ അത് നമ്മുടെ രാധിക മാതാജി ഇങ്ങനെ പറിച്ചു വെച്ചിരിക്കുകയാണ്. മാതാജി സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നു. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഓൺലൈനിലൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പം നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും പലരും. ആ മാതാജി ഇങ്ങനെ ധ്യാനത്തെ പറ്റി ഭയങ്കരമായിട്ട് തട്ടിവിടുന്നുണ്ട്. ഭയങ്കര നോളേജുമാണ് അവർക്ക്. നമ്മൾ കൃഷ്ണബോധത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും, അതായത് ഈ ഭഗവാന്റെ രൂപത്തിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നാമജപത്തിലേക്ക് വരും. നാമജപത്തിനെ അവര് പൂർണ്ണമായിട്ടും അവര് അവഗണിക്കുകയാണ്. നാമജപം നമ്മുടെ ഊർജ്ജം എല്ലാം പോകുമെന്ന് നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്കാണ് അവർ പറയുന്നത്. നമ്മളുടെ ഊർജ്ജം എല്ലാം ചോർന്ന് പോകുമെന്ന്. പിന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അപ്പൊ ആ രൂപത്തിലേക്ക് ഒതുക്കരുത്, വിഗ്രഹാരാധന ചെയ്യരുത്, പിന്നെ നാമജപം ജപിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവരതിനെപ്പറ്റി നമുക്ക് അവരോട് തർക്കിച്ച് ജയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മാത്രം അവർക്ക് എബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര പഞ്ച് ഡയലോഗാണ് അവർ പറയുന്നത്. നമുക്ക് അവരോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠങ്ങളൊന്നും ഇല്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു തേജാണ്, ഭയങ്കര ശക്തിയാണ് അവർക്ക്. അപ്പൊ അവര് എങ്ങനെയാണെന്ന് അറിയാം, ചക്രങ്ങളിൽ കൂടെയാണ് അവർ ഈ കുണ്ടലിനി ശക്തിയെ ഉയർത്തിവിടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുണ്ടലിനി ശക്തികൾ എന്ന് പറഞ്ഞ ശക്തികളുണ്ട്, അല്ലെ? അപ്പം അവര് പറയുന്ന ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്ന അതിനോടൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് എതിർപ്പാണ്, മത്സ്യമാംസാദികള്. അപ്പൊ അവര് ലോവർ ചക്രാസിലുള്ളവരാണ്. അതുപോലെ തന്നെ നല്ലതായിട്ട് പെരുമാറുന്ന ആൾക്കാരൊക്കെ ഹൃദയചക്രത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വിശുദ്ധി ആജ്ഞാചക്രത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ അവര് സഹസ്ര ചക്രത്തിലുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് അവര് ഈ ചക്രാസിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ ഈ കുണ്ടലിനി ശക്തികളെ അതിലേക്ക് ധ്യാനിച്ച് ഒതുക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം മനസ്സിനെ എല്ലാം കൂടി നമ്മൾ മൂലാധാരത്തിൽ നിന്ന് ഇങ്ങനെ ഇവിടം വരെ ഈ ബ്രഹ്മരന്ധ്രം വഴി പുറത്തുവിടുന്ന ആ ഒരു പ്രോസസ്സാണ് അവര് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ധ്യാനയോഗത്തിൽ സീമാജി നായരാണ്. അത് തന്നെ, സീമാജി നായർ. ഞാനും കേൾക്കാറുണ്ട്. കേട്ട് 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 അവരവസാനം നമ്മളെ എല്ലാരും അവിശ്വാസികളാക്കി മാറ്റും. അതുകൊണ്ട് ഞാൻ അപ്പോഴേ നിർത്തി. ഞാൻ നമ്മുടെ ഒരു നാമജപത്തിനെ പറ്റി അവര് നഖശിഖാന്തരം എതിർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തു. അപ്പൊ അത് ഞാൻ നമ്മുടെ ഒരു പ്രഭുവിന് അയച്ചു കൊടുത്തപ്പോഴത്തേനും പറഞ്ഞു, നമ്മൾ ഇവരുടെ വീഡിയോ കേട്ടിട്ട് എന്തിനാണ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നത്? നമ്മൾ അങ്ങ് നാമം ജപിച്ച് പോയാൽ പോരെ. ഇവരെ എതിർക്കാനോ ഇവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാനോ പോകേണ്ട ആവശ്യം എന്തിനാണെന്ന് എന്നോട് പ്രഭുജി ചോദിച്ചു. അവരെ ഇഗ്നോർ ചെയ്ത് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ആയി അവരിത് ഇങ്ങനെ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പരക്കുന്നു. അത് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നിന്നോളൂ എന്ന് പറഞ്ഞു. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് പോയി നമ്മൾ സമയം പാഴാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധനയെ അത് ബാധിക്കും. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക, കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നിന്നോളൂ എന്ന് പറഞ്ഞു.
കാര്യം എന്തുകൊണ്ടാണ് നിന്ന് പോകുന്നതിന്റെ കാര്യം? എവിടെ ഭഗവാൻ ഇല്ലാത്തിടത്തോ അവിടെ എന്താണ്, ഭഗവാൻ സെന്ററിൽ ഇല്ലാത്ത ഒരു കാര്യവും എന്താണ്, അത് മുന്നോട്ട് അധികം പോകത്തില്ല അല്ലെ. സത്യ ഈ നമുക്ക് വേറെ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഈ സത്യയുഗത്തിൽ 1,00,000 വർഷമായിരുന്നു ആയുസ് അല്ലെ. അവിടുത്തെ പ്രോസസ്സ് എന്തായിരുന്നു? ധ്യാനം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമായിരുന്നു. അവിടുത്തെ യോഗികളും എല്ലാം എന്താണ്, തപസ്, സദാ തപസ്സിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ആരുടെ കാര്യം എടുത്താൽ മതി? രാജർഷി ആയിട്ടുള്ള വിശ്വാമിത്രന്റെ കാര്യം മാത്രം എടുത്താൽ മതി അല്ലെ. രാജർഷി ആയിട്ടുള്ള വിശ്വാമിത്രൻ 60,000 വർഷത്തെ സാധന, മേനക വന്ന് 2 ചാട്ടം ചാടിയപ്പോ അദ്ദേഹത്തിന്റെ പോയി, എല്ലാം പോയി, കൈവിട്ടു പോയി അല്ലെ. പിന്നെ മേനക വിവാഹം കഴിച്ച് 2-3 കുട്ടികളുമായി. അങ്ങനെ അദ്ദേഹം പിന്നീടാണ് ചിന്തിക്കുന്നത് അല്ലെ, ആയുസ് തീരാറായി, ഇനി ഞാന് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ അല്ലെ. ഭരത മഹാരാജാവ് ധ്യാനം ചെയ്യാണ്ട് പോയിരുന്നപ്പോ എന്താണ് സംഭവിച്ചത്? ഒരു മാൻകുട്ടിയെ കണ്ട് അതിനെ മോഹിച്ച് പിന്നീട് മാനായിട്ട് പിറക്കേണ്ടി വന്നു, പിന്നീട് ഭരതനായിട്ട് പിറക്കേണ്ടി വന്നു. അപ്പൊ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ധ്യാനവും, അല്ലെങ്കിൽ ഭഗവാന്റെ ദിക്കുജ ശ്യാമസുന്ദര രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാത്ത ഒരു ധ്യാനവും എന്താണ്, പരിപൂർണമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യാണ്? അർജുനന് എല്ലാ പ്രോസസ്സും പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. നിനക്ക് ഒരു സാധകന് ഏതെല്ലാം പ്രോസസ്സുകൾ അവൈലബിൾ ആണ് സമൂഹത്തിൽ എന്ന എല്ലാ പ്രക്രിയകളും ഒരു സാധകന് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് ഇങ്ങനെ പോകാം, പോകുന്നവർക്ക് അങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഈ വഴിയെ പോകാം, ലക്ഷ്യം ഇത് തന്നെയാണ്, എന്നിലേക്ക് തന്നെയാണ്. ആ വഴിയും പോകാം, അതും എന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. പക്ഷെ നീ ചൂസ് ചെയ്യണം. അത് നിനക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം തന്നിരിക്കുകയാണ്. ഏത് വഴിയാണ് നിനക്ക് അനുയോജ്യമായതെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരവും ഭഗവാൻ 18-ാമത്തെ അധ്യായത്തിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും, ഭഗവാൻ നമുക്ക് തരുന്നുണ്ട് അല്ലെ. സ്വന്തമായിട്ട് അർജുനന് തീരുമാനം എടുക്കാനായിട്ട് ഭഗവാൻ കൊടുത്തിരിക്കുകയാണ് അല്ലെ. വേറെ ഏതെങ്കിലും മതത്തിലെ ദേവീദേവന്മാർ ആ ഒരു ഇത് തരുവോ? ഞാൻ പറയുന്നതാണ് ശരി, നീ അത് ഫോളോ ചെയ്യാൻ പറയും. പക്ഷെ ഇവിടെ ഭഗവാൻ പൂർണ്ണമായിട്ട് അർജുനന് അധികാരം കൊടുത്തിരിക്കുകയാണ് അല്ലെ. നല്ലതും ചീത്തയും ഏതാണ് അനുയോജ്യമായതെന്ന് യോജ്യമായതെന്ന് എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി നീ മനസ്സിൽ അത് എന്താണ്, അത് വിചിന്തനം ചെയ്തിട്ട് അതിൽ ശരിയായ മാർഗം തിരഞ്ഞെടുക്കൂ എന്ന് ഭഗവാൻ പറയുന്ന ശ്ലോകമുണ്ട് അല്ലെ. അപ്പൊ പൂർണ്ണമായിട്ടുള്ള അധികാരം നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. അപ്പം നമ്മളാണ് ഇവിടെ എല്ലാം, ആ ഒരു ജീവാത്മാവിന് തന്നിരിക്കുകയാണ് ഭഗവാൻ ആ സ്വാതന്ത്ര്യം. ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഭഗവാൻ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് ആ ഒരു വിശേഷമായിട്ടുള്ള ബുദ്ധി ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ഈ പറയുന്ന ശ്വാസം എല്ലാം പിടിച്ച് ഈ ഈ പറയുന്ന ഗുസ്തി കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഈ ശ്വാസം പിടിക്കുന്നത് പകുതി നേരം വേണ്ട, നമുക്ക് ഹരിനാമ ജപത്തിൽ കൂടി എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ ശ്യാമസുന്ദര രൂപത്തെ മെഡിറ്റേറ്റ് ചെയ്തെങ്കിൽ അവിടെയും ധ്യാനം ഉണ്ടല്ലേ. സ്മരണം, വിഷ്ണു സ്മരണത്തിലും എന്തുണ്ട്? നമുക്ക് ധ്യാനം ഉണ്ട്. ഈ 9 ഡിവോഷണൽ പ്രോസസ് ഉണ്ട് അല്ലെ, നവവിധ ഭക്തിയിൽ. അവിടെയും ആ സ്മരണം എന്ന് പറയുന്നത് എന്താണ്? ധ്യാനത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ധ്യാനത്തിൽ വരുന്ന ഒരു ചെറിയ ഭാഗമാണ് ആ സ്മരണം. ആ സ്മരണം അവരെന്താണ്? ശൂന്യതയെ സ്മരിക്കുന്നു. നമ്മൾ എന്താണ്? നമ്മൾ ഭഗവാനെ, രൂപമുള്ള ഭഗവാനെ ഭജിക്കുന്നു. ഭഗവാൻ എത്രയാണ്? 64 ക്വാളിറ്റീസ് അല്ലെ. 64 ക്വാളിറ്റീസ് ഉണ്ട് ഭഗവാന്. വേറൊരാൾക്കും അത്രയും ക്വാളിറ്റീസ് ഇല്ല. അത് നമുക്കറിയാമല്ലോ അല്ലെ. ഇത് ഈ 64 പൂർണ്ണമായിട്ടുണ്ട് ഭഗവാന്. നമുക്കതിലെ ചെറിയൊരു അംശം മാത്രം, ചിലതിന്റെയൊക്കെ പൂർണ്ണമായിട്ടും ഇല്ല, ചിലതിന്റെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് കാണും. കാര്യം നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് അല്ലെ. നമ്മൾ ഒരു തരി സ്വർണ്ണവും, ഭഗവാൻ എന്താണ്? സ്വർണ്ണഖനിയുമാണ്. അതുകൊണ്ട് അപ്പം ഈ 64 ക്വാളിറ്റീസുമുള്ള ഒരാള് രൂപമില്ലാത്ത ഈ പ്രപഞ്ചത്തെ നോക്കി നമുക്ക് ഭഗവാൻ എന്താണ്? സർവ സൗന്ദര്യവാനാണ് എന്ന് പറയുമ്പോൾ ഈ രൂപമില്ലാത്ത ഈ വിശാലതയിൽ കിടക്കുന്ന പ്രപഞ്ചത്തെ നോക്കി നമുക്ക് ആ ഗുണം എങ്ങനെ കാണാൻ മനസ്സിലാക്കും അല്ലെ. പിന്നെ അടുത്ത ഗുണം എന്താണ്? ഏതെങ്കിലും ഒരു ഗുണം പറഞ്ഞു. ഒരാൾക്കുള്ള ഭയങ്കര വിനയാന്വിതനായിട്ടുള്ള ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ആ വിനയം, ഈ ശൂന്യതയെ നോക്കി നമ്മൾ എങ്ങനെ ഈ വിനയം കാണാൻ പറ്റും? പിന്നെന്താണ്? ഭഗവാൻ അതീവ ശക്തിമാനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോഴത്തെ ഈ ശൂന്യമായിട്ട് ഒരു രൂപവും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി നമ്മൾ ആ ശക്തി എങ്ങനെ കാണാൻ സാധിക്കും? അതുപോലെ തന്നെ ഭഗവാൻ എന്താണ്? വളരെ വാത്സല്യത്തിന്റെ ഉറവിടമാണെന്നൊരു ഗുണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വാത്സല്യം നമുക്ക് അങ്ങോട്ട് വാത്സല്യപ്പെടുത്താനോ ഭഗവാൻ ഇങ്ങോട്ട് വാത്സല്യം, രൂപമില്ലാത്ത ഒരാൾക്ക് ഈ വാത്സല്യം എന്ന് പറയുന്ന സംഭവം എങ്ങനെ ചെയ്യാൻ പറ്റും? സ്നേഹവും പ്രേമവും ഒക്കെ എങ്ങനെ തരാൻ പറ്റും? അപ്പം ഈ രൂപമില്ലാത്ത ആ ഒരു ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം?
അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വിഗ്രഹം തന്നിരിക്കുന്നത്, ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുക. കാര്യം എന്താണ്? ഭഗവാൻ ഒരേ സമയം തന്നെ എന്താണ് പത്മനാഭോ മരപ്രഭു. അപ്പം പൂന്താനത്തിനോട് ഭഗവാൻ വെളിപ്പെടുത്തിയ എന്താണ്? അറിയാതെ തെറ്റിപ്പോയി പറഞ്ഞാണ് മരപ്രഭു എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ മരപ്രഭുവാണ്, അമരപ്രഭുവാണെന്ന് പറഞ്ഞു. ശരിക്കും അത് അമരപ്രഭുവാണ് വിഷ്ണു സഹസ്രനാമത്തിൽ. ഇങ്ങനെ ഒരു സാധനം ഇടുന്നുണ്ട് അല്ലെ, ഒരു ദീർഘം. അതെ. പത്മനാഭോ പ്രഭു, പത്മനാഭോ അമരപ്രഭു എന്നാണ് ശരിക്കും. അപ്പൊ ഒരാൾ അവിടെ ഇരുന്ന് കളിയാക്കി പൂന്താനത്തിനെ. പത്മനാഭോ അമരപ്രഭു എന്ന് ശുംഭ തിരുത്തി വായിക്കുമെന്ന് പറഞ്ഞിട്ട്, സംസ്കൃതം അറിയാതെ ഇങ്ങനെ എന്തെങ്കിലും വായിച്ചു വിടരുതെന്ന്. അപ്പോഴത്തേനും ഭഗവാന്റെ അരുളിപ്പാടുണ്ടായി, ഞാൻ എന്താണ് മരപ്രഭുവുമാണ്, അതേസമയം അമരപ്രഭുവാണ് എന്ന് പറഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? പൂന്താനത്തിനും അതുപോലെ തന്നെ സകല ആൾക്കാർക്കും മരപ്രഭുവിന്റെ രൂപത്തിൽ ദർശനം കൊടുത്തു. ആ മരപ്രഭുവിനെ നമുക്ക് അവിടെ പോയി കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. എന്ന് ഉണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഒരേ സമയത്ത് എന്താണ് എന്താണ് ഈ പറയുന്ന ശൂന്യതയിലാണ് അല്ലെ. മുഴുവനും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് രൂപമില്ല. ഈ പ്രപഞ്ചാകാരമായ രൂപമുണ്ട് ഭഗവാൻ കാണിച്ചു തന്നു അല്ലെ. ആ വിരാട് രൂപം നമുക്കൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് ആ രൂപത്തെ കാണാനോ നോക്കാനോ പറ്റുമോ? അർജുനന് തന്നെ എന്താണ് ദിവ്യദൃഷ്ടി ഇല്ല. കൊടുത്തു ഭഗവാൻ അത് കാണാനായിട്ട്. അതെ. ആ വിരാട് രൂപത്തെ നമുക്ക് കാണാനോ ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല. അതിഭയാനകമായ രൂപമാണ് അല്ലെ. ഈ ഒരു രൂപം ആണ്. പിൻവലിക്കുമെന്ന് അർജുനൻ രണ്ട് കെഞ്ചി പറഞ്ഞു ഭഗവാനോട്, ഇനി എനിക്കിത് താങ്ങാൻ പറ്റില്ല. അവിടുന്ന് ദിവ്യദർശി തന്നത് കൊണ്ട് എനിക്ക് കുറച്ച് സമയത്തേക്ക് ഇത് കാണാനായിട്ട് പറ്റി. ഇനി എനിക്കത് കാണണ്ട. എനിക്ക് സൺഷൈനും കാണാൻ പറ്റും അല്ലേ പ്രഭുജി? സൺഷൈനും കാണാൻ പറ്റുമല്ലോ. സഞ്ജയന് കാണാൻ പറ്റി. സഞ്ജയന് ഗുരുകൃപ കൊണ്ട് വേദവ്യാസ ആ, വ്യാസമഹർഷി കൊടുത്ത ദിവ്യദൃഷ്ടി ജ്ഞാനദൃഷ്ടി കൊണ്ടാണ് കാണാൻ കൊടുത്തത്. പറ്റിയത്. അപ്പൊ അങ്ങനെ അതെ ആ അതെ. ആ ഒരു വിരാട് രൂപ ദർശനം അല്ലെങ്കിൽ ആ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപമല്ല. ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാനിൽ കാണുന്ന ഒരു അവസ്ഥ, അത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള ആ ഒരു രൂപം നമുക്ക് സാധന ചെയ്യാനോ ഉപാസിക്കാനോ പറ്റത്തില്ല. നമ്മുടെ കൂടെയുള്ള ഒരു മാതാജി ആ ഒരു വിരാട് രൂപത്തെ ഉപാസിക്കുന്ന ഒരു മാതാജിയാണ്. ഒരു വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ആ, അവര് ആ ഒരു രൂപത്തിൽ ഒരു ഭഗവാനെ നാരായണ പിന്നെ ആദിവിരാട് പുരുഷ നാരായണനെ ഉപാസിക്കുന്ന പരമ്പരയൊന്നുമല്ല. ഒരു ഒരു ആചാര്യൻ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ദീക്ഷ എടുത്താണ്, ആദിവിരാട് പുരുഷ നാരായണന്റെ ദർശനമൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ കോട്ടയത്ത് കുമാരനെല്ലൂരുള്ള ഒരു ഗുരു വിളിച്ച് അവർക്ക് ദീക്ഷയൊക്കെ കൊടുത്തു. ഞാൻ ദീക്ഷ കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ അല്ലെ, നമ്മളെ ആരെങ്കിലും ഗുരുക്കന്മാരെ നമ്മളെ ഏർപ്പെടുത്തണ്ടേ. ഇതെല്ലാം പറഞ്ഞു തന്ന് നമ്മൾക്ക് ഒരു ഗുരു ഉണ്ടായിരിക്കണം, ഒരു പരമ്പരയിൽപ്പെട്ടതായിരിക്കണം. എന്നിട്ട് നമ്മള് ഈ പറയുന്ന യമനിയമങ്ങളൊക്കെ പാലിച്ച് അങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ ദീക്ഷ എടുക്കാനും അതുപോലെ കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ദീക്ഷ കൊടുക്കുവാണെന്ന് പറഞ്ഞിട്ട് കുറെ ശിഷ്യന്മാരെ വിളിച്ച് അതുപോലെ നമ്മുടെ ഈ മാതാജിയെ വിളിച്ച് വരുത്തി ദീക്ഷയൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പൊ പേരൊന്നും മാറ്റുന്നില്ല. ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പുതിയ ജന്മനല്ലേ. അപ്പൊ ഇത് പേരൊന്നും മാറ്റിയിട്ടില്ല. അതിപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പരമ്പര അല്ല എന്ന് നമുക്ക് അപ്പോഴേ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പൊ അങ്ങനെ അവർ ഉപാസിക്കുന്നത് ആദി വിരാട് പുരുഷൻ നാരായണനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മാതാജി ഈ പറയുന്ന ഈ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാനെ എങ്ങനെ ഉപാസിക്കാൻ പറ്റും? ഭഗവാനെ ഇങ്ങനെ എന്ത് ചെയ്യും? നമുക്കൊന്ന് വാത്സല്യിക്കാനോ ലാളിക്കാനോ നമുക്കൊരു പ്രേമഭാവത്തിൽ നോക്കാനോ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേനും മാതാജി പറഞ്ഞു, ഞാൻ ഗുരു പറയുന്നത് ഫോളോ ചെയ്യുന്നു, എനിക്ക് പ്രഭു പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രഭുവിന്റെ സത്സംഗത്തിൽ കയറുന്നതിന് മുൻപേ തന്നെ ഞാൻ ദീക്ഷ എടുത്തു പോയില്ലേ, എന്ത് ചെയ്യാൻ? ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും ജപിക്കുന്നത് ഗുരു പറഞ്ഞു തന്ന നാരായണ മന്ത്രാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ ആയാലും എന്താണ് മറ്റുള്ള ഇതിലൊന്നും ചെന്ന് ചേർന്നില്ലല്ലോ. മറ്റുള്ള ബന്ദിക്കോസിൽ അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ആളായിട്ട് കൂടെ ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കുറച്ചെങ്കിലും ജപിക്കുന്നുണ്ട്, നാരായണ മന്ത്രമാണെങ്കിലും ജപിക്കുന്നുണ്ട്. നാരായണ മന്ത്രവും എന്താണ് പറയുന്നത് മോശമാണെന്നൊന്നും അല്ല പറഞ്ഞു തന്ന, എല്ലാ മന്ത്രങ്ങളും ശ്രേഷ്ഠമാണ്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ഇതിങ്ങനെ ഭഗവാനായിട്ട് ആ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. വേറെ എന്ത് ചെയ്യാനായിട്ടാ? വേറെ അറിവും വിവരവും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ചേർന്ന് പോയി. ഈ വിവരങ്ങളൊക്കെ നാട്ടിലുള്ള ആർക്കാ അറിയാവുന്നത്? നമ്മളൊക്കെ ഈ ക്ലാസ്സിൽ വന്നപ്പോഴേ ഇത് മനസ്സിലാക്കിയത്. അപ്പൊ അവരതിന് മുൻപേ, ഇതിൽ കയറുന്നതിന് മുൻപേ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അവരത് ഫോളോ ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 64 ക്വാളിറ്റീസ് വർണ്ണിക്കാനായിട്ട് ഒരു രൂപമില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചത്തെ നോക്കി ഇങ്ങനെ 64 ക്വാളിറ്റീസ് വർഷിക്കും നമുക്ക് വർണ്ണിക്കാനും ആസ്വദിക്കാനും നമുക്ക് മനനം ചെയ്യാനും സാധിക്കും? അപ്പൊ അതുകൊണ്ട് ഈ രൂപമില്ലാത്ത ആ ഒരു ശൂന്യതയിൽ ഉള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പക്ഷെ ഭഗവാൻ അതിനെപ്പറ്റി
എല്ലാം നമ്മളോട് പറഞ്ഞിരുന്നു വിശദമായിട്ട് ഈ ധ്യാന യോഗത്തിൽ, മെഡിറ്റേഷൻ. അപ്പൊ ഈ ധ്യാന യോഗമാണ് ഭഗവത്ഗീത അവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യോഗമായിട്ട് ആര് കാണുന്നത്? മെഡിറ്റേഷൻകാര്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് അവർ ഭഗവാന്റെ കാര്യവും പറയും. ഭഗവാൻ മെഡിറ്റേഷനിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ശ്ലോകം ഉദ്ധരിച്ചിട്ട്, ഈ ശ്ലോകം മുഴുവൻ അവർക്ക് ധ്യാനയോഗത്തിലെ കാണാപ്പാടാണ്. എന്നിട്ട് ഈ ശ്ലോകം ഉദ്ധരിച്ചിട്ട് പറയും ഭഗവാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഭഗവാന് അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഉള്ള കാര്യം മാത്രം അവര് പറയുന്നില്ല, അല്ലെ? സതതം കീർത്തയന്തസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സദാ നീ എന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കുക, എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവര് പറയുന്നില്ല, അല്ലെ? പിന്നെ മന്മനാഭവമത് ഭക്തോ മധ്വാജീമ നമസ്കുരി, നീ എന്റെ ഭക്തനാകുക, നീ എന്നെ പ്രണമിക്കുക, അതൊന്നും അവര് പറയുന്നില്ല. അവര് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ എന്താണ്? വാസുദേവ സർവമഹി നിധി സമഹാത്മാ സുദുർലഭ, വാസുദേവനാണ് സർവവും എന്ന് അതും അവർ പറയുന്നില്ല. ധ്യാനയോഗത്തിലെ ശ്ലോകങ്ങളെല്ലാം അവർക്ക് കാണാപ്പാട് അറിയാം. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ ബൈബിളായിട്ട് അവർ കണക്കാക്കുന്നതും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പറയുന്ന ചില ശ്ലോകങ്ങള് നമുക്ക് പോയി വരുമ്പോൾ അറിയാം, നമുക്ക് മനസ്സിലാകും ഭഗവാന്റെ ആ ഒരു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ധ്യാനയോഗത്തെക്കാൾ ശ്രേഷ്ഠം ഭക്തിയോഗമാണെന്ന്. അതും അവര് പറയുന്നില്ല, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിക്കുക. അധ്യായം 6 ധ്യാനയോഗം. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടു കൂടി തുടങ്ങുന്നു. ശ്രീ ഭഗവാൻ ഉവാചാം അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ ന സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയാം. അനാശ്രിത ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീം ച യോഗീം ച ന നിരഗ്നിർന ചാക്രിയാം. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീം ച യോഗീം ച ന നിരഗ്നിർന ചാക്രിയാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 6 ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിബി മാതാജി. കൃഷ്ണ. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യം സ സന്യാസീം ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയ. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി, എന്റെ പദാനുപത തർജ്ജമ. ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മഫലത്തെ ആശ്രയിക്കാത്തവനായിട്ട് ഈ യാതൊരുത്തൻ കാര്യം ചെയ്യേണ്ടുന്ന കർമ്മത്തെ കരോതി ചെയ്യുന്നുവോ സ അവൻ സന്യാസിയും യോഗിച്ച യോഗിയുമായി ഭവിക്കുന്നു. നിരഗ്നി അഗ്നിഹോത്രമില്ലാത്തവനല്ല, അക്രിയച്ച കർമ്മം ചെയ്യാത്തവനുമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ കേസ് എ സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ജയ പ്രഭുപാദ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം. ഭാവാർത്ഥം ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുവാൻ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി.
അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ഭാവാർത്ഥം: ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അഷ്ടാംഗ യോഗ പദ്ധതി എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക്, വിശേഷിച്ച് കലിയുഗത്തിൽ, പ്രയാസമേറിയ പ്രക്രിയയാണിത്. അതുകൊണ്ട് അഷ്ടാംഗ യോഗാചാര്യ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർമ്മയോഗം കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം താരതമ്യേന വിശിഷ്ടമെന്നും ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. ഏതൊരാളും സ്വകുടുംബത്തെയും ബന്ധുക്കളെയും പുലർത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സ്വാർത്ഥ താല്പര്യമൊന്നും ഇല്ലാതെ സാധാരണ ആരും പ്രവർത്തിക്കുന്നില്ല. പരിധി ചെറുതോ വലുതോ എന്ന വ്യത്യാസമേ ഉള്ളൂ. ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മമാണ് പൂർണ്ണതയുടെ മാനദണ്ഡം. സ്വാഭാവികമായി എല്ലാ ജീവാത്മാക്കളും ഭഗവദംശമാകിയാൽ കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം അവരുടെ കടമയുമാണ്. ശരീരാവയവങ്ങൾ ഓരോന്നും മുഴുവൻ ശരീരത്തിന്റെയും തൃപ്തിക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. ഒന്നുപോലും സ്വസംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ സ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷന്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്തെയാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും. ചിലപ്പോൾ സന്യാസികൾ ഭൗതിക കർത്തവ്യങ്ങളിൽ നിന്ന് വിമുക്തരാണെന്ന തെറ്റിദ്ധാരണ മൂലം അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. വാസ്തവത്തിൽ അവ്യക്തിഗത ബ്രഹ്മത്തോടുള്ള ലയനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ സ്വാർത്ഥ തൽപരരാണ്. ഏതൊരു ഭൗതിക തൃഷ്ണയെക്കാളും വലുതാണ് മേൽപ്പറഞ്ഞ ആഗ്രഹം. അത് നിസ്വാർത്ഥമല്ല. എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അർത്ഥനിമീലിതാക്ഷനായി യോഗ പരിശീലനം ചെയ്യുന്ന അഷ്ടാംഗ യോഗിയും സ്വാത്മാനന്ദത്തെ തേടുകയാണ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവനാകട്ടെ സ്വാർത്ഥോദ്ദേശമില്ലാതെ പരിപൂർണന് കൃഷ്ണന് വേണ്ടി കർത്തവ്യം നിറവേറ്റുന്നു. സ്വന്തം തൃപ്തിക്കായല്ല അയാൾ പ്രവർത്തിക്കുന്നത്. കൃഷ്ണന്റെ പ്രീതിയാണ് തന്റെ വിജയത്തിന്റെ മാനദണ്ഡമായി ഭക്തൻ കരുതുന്നത്. അയാൾ തികഞ്ഞ സന്യാസിയും ഉത്തമ യോഗിയുമാണ്. പരിത്യാഗത്തിന്റെ ഉത്തമ പ്രതീകമായ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ന ധനം ന ജനം ന സുന്ദരി കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാ ഭക്തിരഹൈതുകീ ത്വയി. ഹേ സർവശക്ത, ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക് ആഗ്രഹമില്ല. അനേകം ശിഷ്യന്മാരും എനിക്ക് വേണ്ട. ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈതുകമായ ഭക്തി ഉണ്ടായാൽ മതി. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ അതിന്റെ ആ അവസാനം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശിഷ്യാഷ്ടകത്തിലെ ആ ഒരു ശ്ലോകം എടുത്തിട്ടാണ് ഇവിടെ സുലപ്രഭാതർ അതിന്റെ സമ്മറി ആയിട്ട് പറഞ്ഞു ഈ ശ്ലോകത്തിന്റെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ എന്താണ് പറഞ്ഞത്? കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അപ്പൊ അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അപ്പൊ നമ്മള് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ പറ്റി കർമ്മയോഗത്തിൽ കണ്ടല്ലേ. കർമ്മ പരിത്യാഗവും കൃഷ്ണാബോധത്തിൽ കർമ്മം ചെയ്യുന്ന ആളും അല്ലെ. ഇത് രണ്ടും മോക്ഷമാർഗമാണെങ്കിലും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൃഷ്ണാബോധത്തോടുകൂടി കർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരാള് കർമ്മം ഉപേക്ഷിക്കുന്നു, മറ്റൊരാള് കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നു അല്ലെ, ഫലകാംക്ഷ ഇല്ലാതെ. അപ്പൊ ഇവിടെ പറയുന്നു, കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അപ്പൊ സന്യാസിയുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. എന്താണ്? കർമ്മഫലത്തിൽ ആ സന്യാസിക്ക് ഒരു തരത്തിലും ഒരു ആസക്തി ഉണ്ടാകില്ല. അപ്പൊ ഒരു ധാർമ്മിക ബാധ്യത എന്ന നിലയിലാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. അതായത് ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സന്യാസിയുടെ ധർമ്മം എന്താന്നുള്ള രീതിയിലുള്ള, അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അപ്പൊ അതാണ് ആ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളെയാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ അയാളെയാണ് യഥാർത്ഥ യോഗി എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അതായത് യോഗി എന്ന് യഥാർത്ഥത്തിൽ വിളിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സന്യാസിയാണ് വിളിക്കേണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അതായത് ഈ ചിലർക്ക് ഒരുപാട് ഈ അഗ്നിഹോത്രാദികൾ ചെയ്ത് വരുന്ന പരമ്പരകളുണ്ട് ഇങ്ങനെ അല്ലെ. ഇപ്പോഴും ഉണ്ട് ഏതോ ഒക്കെ പരമ്പരകളിൽ അഗ്നിഹോത്രാദി പൂജ ധ്യാന യജ്ഞങ്ങളൊക്കെ ചെയ്തു വരുന്ന പല പരമ്പരകളും നിലവിലുണ്ട്. അപ്പം
ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വനത്തിൽ പോയി സന്യാസം എന്ന് പറഞ്ഞ് കുത്തിയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്വാസമൊക്കെ പിടിച്ച് അഷ്ടാംഗയോഗമൊക്കെ അനുഷ്ഠിച്ച് ശ്വാസം എല്ലാം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് യഥാർത്ഥത്തിൽ അവൻ അവന്റെ കടമ നിർവഹിക്കാത്തവനായി പോകും അല്ലെ. അപ്പൊ കടമ നിർവഹിക്കാതെ അവന്റെ സ്വന്തം കടമ നിർവഹിക്കാതെ എല്ലാം പരിത്യജിച്ചിട്ട് കഴിഞ്ഞ അധ്യായം തന്നെയല്ലേ നമ്മൾ കണ്ടതല്ലേ. ആ കടമയെല്ലാം ഉപേക്ഷിച്ചിട്ട് കർമ്മ പരിത്യാഗത്തെക്കാളും നല്ലത് അതൊരു സന്യാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് നമ്മള് ഭഗവാനെ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റേതും എന്താണ് എല്ലാം സർവ്വതും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഉണ്ടല്ലേ. ശരിക്കുള്ള ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ലേ. ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും ഭൗതിക വിഷയങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കുക, അതാണ് ഡിറ്റാച്ച്മെന്റ് അല്ലേ. കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടും പാടില്ല. അറ്റാച്ച്മെന്റ് കൂടുതലും വേണ്ടത് ആരോടാണ്? ഭഗവാനോടാണ് വേണ്ടത്. ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് ഒരിക്കലും നമ്മളെ കൊടുക്കില്ല. കൂടുതൽ നമുക്ക് പ്രേമം അവിടുന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അല്ലേ. ഭഗവാന്റെ ഈ ക്വാളിറ്റീസ് ഒക്കെ എത്ര ക്വാളിറ്റീസ് ആണുള്ളത് അല്ലേ. അത് 64 ക്വാളിറ്റീസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഈ ഭഗവാന്റെ ആ ഒരു എന്തോ പറഞ്ഞു വരാനിട്ടിരുന്ന മറന്നുപോയല്ലോ, ശബ്ദം കേട്ടപ്പോ നീ മാറിപ്പോയി. എന്തായിരുന്നു? അപ്പൊ ഭഗവാൻ ഇപ്പോഴും നമുക്കറിയാമല്ലോ അല്ലെ. നമ്മൾക്കൊക്കെ എന്താണ് പല കാര്യത്തിലും നമ്മൾ അപൂർണരാണ്. ഭഗവാൻ എല്ലാ ഇതിലും പൂർണ്ണനാണ് അല്ലെ. ഇതെന്താണ്? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഭഗവാൻ സർവ്വസമ്പൂർണനാണ്. എല്ലാ ഗുണങ്ങളും നമ്മൾ 6 കാര്യങ്ങൾ ഭഗവാൻ എല്ലാം ഭയങ്കര സമ്പൂർണനായിട്ടുള്ള ഒരാളാണ്. 6 ഐശ്വര്യങ്ങളും സമ്പൂർണനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ അല്ലെ. നമുക്കതെല്ലാം വളരെ ചെറിയ അളവിലേ ഉള്ളു അല്ലെ. അപ്പൊ ഭഗവാനിൽ നിന്ന് ആ എത്ര ഗുണങ്ങൾ എല്ലാവർക്കും നമുക്ക് തന്നിട്ട് കൂടെ ഭഗവാൻ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എന്താണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറച്ചാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് പറയുന്നത്. ഒരിക്കലും അതിനൊരു കുറവ് വരുന്നില്ല. നമ്മൾ ഭൗതികതയിൽ 1 - 1 എത്രയാണ്? 0. പക്ഷെ ആത്മീയതയിൽ 1 - 1 എത്രയാണ്? 1 അതെങ്ങനെ വരും? അപ്പൊ കണക്ക് തെറ്റാന്ന് വരില്ലേ? മാത്തമാറ്റിക്സ് തെറ്റാണോ? ഇല്ല. ആത്മീയതയിൽ വരുമ്പോൾ 1 - 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഭൗതികതയിൽ വരുമ്പോൾ ഒരു വിളക്കിൽ നിന്ന് ഒരു തിരി എടുത്താൽ ആ വിളക്കും പൂർണ്ണമാണ്, എടുക്കുന്ന തിരിയും പൂർണ്ണമാണ്. എടുക്കുന്ന 100,000 കത്തിച്ചാലും പൂർണ്ണമാണ്. ദീപാർച്ചിരേവഹി ദശാന്തരം അഭ്യുദയ എന്ന് പറയുന്ന ബ്രഹ്മസംഹിതയിലെ ആ ശ്ലോകത്തിൽ നിന്നാണ് ജ്ഞാനാംബിക മാതാജി ഇപ്പൊ അത് പറഞ്ഞത്. ഒരു വിളക്കിൽ നിന്ന് അനേകം തിരികൾ കത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ വിളക്കിന്റെ പ്രഭ കുറയുന്നില്ലാത്തതുപോലെ തന്നെ ഭഗവാൻ എത്ര അവതാരങ്ങളോ എത്ര അംശങ്ങളോ എത്ര ജീവാത്മാക്കളോ എത്ര സൃഷ്ടിയോ നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും പൂർണ്ണനായിട്ട് തന്നെ അവിടെ നിലനിൽക്കും. ഒന്നിനും ഒരു കുറവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളുടെ ആത്മവിദ്യ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു വിദ്യ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുമോ? അത് തന്നെ അവശേഷിക്കും. അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കില്ല. ഒരാൾക്ക് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ അറിവിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഇല്ല. ആധ്യാത്മികതയിൽ വന്നു കഴിഞ്ഞാൽ 1 - 1 = 1 ആയിരിക്കും. അല്ലെങ്കിൽ ഭൗതികതയിലാണ് 1 - 1 = 0 ആയി പോകും. ബിഗ് 0 ആയി പോകും അല്ലെ. അപ്പൊ നമ്മൾ ആത്മീയതയിലാണെങ്കിൽ നമ്മൾ എന്ത് ആ ഒരു ആ ഉദ്യമത്തിൽ നമ്മൾ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നോ അതെല്ലാം നമുക്ക് ഇരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മളുടെ അറിവ് ഒന്നുകൂടെ കൂടും. അല്ലെ, നമ്മൾക്ക് ആ പറഞ്ഞു കൊടുക്കുന്ന ആളോട് ഭഗവാൻ എന്താണ് പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് ഞാൻ ഇന്ന് ആ ശ്ലോകമാണ് എടുത്തത് അല്ലെ. എന്നെപ്പറ്റി അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളോട് എനിക്ക് അതിയായ വാത്സല്യം ഉണ്ടെന്ന ഒരു ശ്ലോകമാണ് ഞാൻ ഇന്ന് 18ാമത്തെ ചാപ്റ്ററിൽ എടുത്തത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് ഭഗവാന്റെ കൂടുതൽ പ്രീതി നമുക്ക് വരുവാണല്ലേ ഭഗവാനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ആരാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? എല്ലാവരോടും ചെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിശ്വാസമുള്ളവർക്കും ഭക്തർക്കും
ആ, അഭക്തർക്ക് ഒരിക്കലും എന്നെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. കാര്യം അതിരഹസ്യമായിട്ടുള്ള ഈ കാര്യം അവിശ്വാസികളായിട്ടുള്ള ആൾക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുതെന്ന് ഭഗവാൻ പറയുന്നുമുണ്ട് അല്ലെ. എന്നെപ്പറ്റി വിശ്വാസമില്ലാത്ത ആൾക്കാരോട് പറഞ്ഞു തന്നെ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അവരുടെ ഉള്ളിലേക്ക് ഒട്ടും കേറില്ല അല്ലെ. അതുപോലെ തന്നെ അവര് തിരിച്ച് നമുക്ക് ക്ലാസ് എടുക്കും. ഇപ്പൊ സീമാജി നായരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ അവര് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫോളോവറായി മാറിക്കഴിയും അല്ലെ. അതാണ് അതിന്റെ വിശേഷം. കാര്യം അവർക്ക് അതിന് മാത്രമുള്ള പാഠമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ തിരുത്താനൊന്നും നമ്മൾ പോകാനായിട്ട് നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അടുത്ത്, അതായത് നമ്മളെ തന്നെ ആദ്യം മാറ്റണം. എങ്ങനെ നമ്മളെ തന്നെ മാറ്റുന്നത്? നമ്മളിപ്പം മദ്യപിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് അസഭ്യം പറയുന്ന ആളായിരിക്കാം, നുണ പറയുന്ന ആളായിരിക്കും, പരദൂഷണം പറയുന്ന ആളായിരിക്കാം. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് നമ്മളിൽ ഓരോരുത്തരും അല്ലെ. നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലെ. ഈ വൈകല്യങ്ങളെയെല്ലാം നമ്മള് എന്താണ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക അല്ലെ. എന്നിട്ട് നമ്മള് നന്നാകുക. നമ്മൾ നന്നായി കഴിയുമ്പോൾ നമ്മളുടെ ഈ മാറ്റം കണ്ടിട്ട് മറ്റൊരാള് തിരക്കുക, എന്താണ് ഇവർക്ക് മാറ്റം പറ്റി? ജ്ഞാനാംബിക മാതാജി ഇന്നലെ അവർ കണ്ട മാതാജി അല്ലല്ലോ ഇത്. ഇന്ന് എന്തൊക്കെയോ അവർക്ക് സംഭവങ്ങൾ, എന്തൊക്കെയോ ഒരു ദൈവിക ചൈതന്യം പോലെ ഉണ്ട്. അവര് പറയുന്നത് എനിക്ക് എത്ര മധുരമായിട്ട് തോന്നുന്നു. അവരെനിക്ക് വിഷമം ഉണ്ടായപ്പോൾ അവരെനിക്ക് ഒരു ഉപദേശം തന്നു. അപ്പൊ അത് എനിക്ക് എത്ര നല്ലതായിട്ട് തോന്നി. എന്തായിരിക്കാം ഇവരുടെ രസം? എന്താണ് ഇവർക്കിൽ ഉണ്ടായ പ്രത്യേകത? ഇത്രയും നാൾ അവർ അങ്ങനെ അല്ലായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ശകാരിക്കുമായിരുന്നു. അവര് ഭയങ്കരമായിട്ട് അത് ചെയ്യുമായിരുന്നു, കളിയാക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ അവരിൽ എന്തോ ഒരു മാറ്റം ഉണ്ട്. അവർക്ക് എന്താണ് ഈ ടെക്നിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഒരാള് അന്വേഷിച്ചെത്തുന്ന ആ അന്വേഷകന്, ആ സാധകന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ വിളമ്പി കൊടുക്കണം. ആ വിളമ്പി കൊടുക്കുന്നത് ആദ്യം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും, മാതാജി എന്താണ് നിങ്ങളുടെ സഞ്ചിയിൽ എന്താണ് ഈ ഇരിക്കുന്നത്? ഇത് മാലയാണ്, ഇത് 108 ഗോപികളാണ്, ഇത് അതാണ് ദീക്ഷ, ഗുരുവിന്റെ ദീക്ഷ, യമനിയമങ്ങള് നിങ്ങൾ പാലിക്കണം. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന്റെ ഇരട്ടി വേഗത്തിന് അവര് തിരിച്ച് പമ്പ കിടക്കും അല്ലെ, കണ്ടം വഴി ഓടി രക്ഷപ്പെടും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ തന്നെത്താനെ തരും. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടിട്ട് ആ ആ മാറ്റം എന്താണെന്ന് അറിയാനായിട്ട് നമ്മളിലേക്ക് നിരീക്ഷിക്കുന്നവരുടെ കൂട്ടത്തില് എന്താണ് നല്ല സാധകരായിട്ട് ഭഗവാൻ അവർക്ക് എന്താണ് നമ്മളിലൂടെ ഭഗവാനിലേക്ക് എത്താനായിട്ട് ഒരു മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മൾ അവരെ കൃഷ്ണബോധസ്ഥന്മാരാക്കണം. അല്ലാതെ ഈ പറയുന്ന ഈ എന്താണ് ഈ ശൂന്യവാദവും അതുപോലെ തന്നെ എന്താണ് ഭഗവാൻ ഇല്ലാന്നും നിരീശ്വരവാദവും ഏസ്തിസ്റ്റോ ഒക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ അടുക്കൽ നമ്മൾ ഇത് പോയി പറഞ്ഞിട്ട് കുടം കമഴ്ത്തി വെക്കുന്ന വെള്ളം ഒഴിക്കുന്ന മാതിരി മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനം ഉണ്ടാകില്ല. നമ്മുടെ നാവിലെ വെള്ളം പറ്റും, നമ്മുടെ സാധനം പോകും. ചിലപ്പോൾ ഒരു പക്ഷെ അവര് നമ്മളെ അവരുടെ കൂട്ടത്തിലേക്ക് മാറ്റും. ഭഗവാൻ ഉണ്ട്, എന്തുകൊണ്ട് അത് ചെയ്തില്ല? പറയട്ടെ പ്രഭു. ഇപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്ന മാറ്റം ആർക്കും അറിയാൻ പറ്റത്തില്ല. നമുക്ക് മാത്രമേ ശരിക്കും അറിയത്തുള്ളൂ നമുക്കുള്ള മാറ്റം. നമ്മൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാനും ഒന്നും പറ്റത്തില്ല. ഇതുമൂലം ഈ ഭഗവാനോടുള്ള അടുപ്പവും ഈ നാമജപവും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സിന് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിന് ദുഃഖം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എൻ്റെ അനുഭവം ഞാൻ പറയുക. നമുക്കൊന്നുകൊണ്ട് ഇപ്പൊ ദുഃഖിക്കാൻ എനിക്ക് തോന്നുന്നില്ല, കരയാൻ തോന്നുന്നില്ല, ദുഃഖിക്കാൻ തോന്നുന്നില്ല. എത്ര ദുഃഖം ഉണ്ടെങ്കിലും അത് ദുഃഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവസാനം പോകും അല്ലെ എന്നുള്ള മട്ടിൽ വെറും നിസ്സാരമായിട്ട് എനിക്കിപ്പോ തോന്നി. എന്ത് വന്നാലും ഭഗവാൻ നോക്കിക്കോളും, നമ്മളല്ല എൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അത് തോന്നണമെന്ന് നമുക്കറിയില്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു നാത്തുവിനോട് പറഞ്ഞെല്ലാം ക്ലാസ് കൊടുത്തപ്പം എന്നോട് ചോദിക്കുന്നു, ചേച്ചിക്ക് അത് ഇതുണ്ടോ, ചേച്ചിക്ക് അനുഭവം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം എൻ്റെ മനസ്സ് അതല്ലേ ഉള്ളൂ. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു ഇതെല്ലാം മുജ്ജമ്മ കർമ്മഫല പലതും അനുഭവിക്കുന്നു, അല്ലാണ്ട് നമ്മൾ ചെയ്തു വെച്ചത് തന്നെ അനുഭവിക്കുന്നു. അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അറിയാവോ, എങ്ങനെ അറിഞ്ഞു, എങ്ങനെ അറിയാന്നൊക്കെയാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് പിന്നെ പഠിച്ചോളൂ. മാതാജി എന്താണെന്നറിയോ, ഭഗവാൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൃഷ്ണൻ അതായത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണമെന്നില്ല മാതാജി. പക്ഷെ മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് നമ്മളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇവർക്ക് എന്തോ സംതിങ് ഉണ്ട്, ഇവർക്ക് എന്തോ ദൈവികത ഉണ്ട് എന്ന് അവർക്ക് തോന്നും.
അതാണ് കാര്യം അവരുടെ ഉള്ളിലും അത് ഭഗവാൻ പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. കാര്യം അവർക്ക് അതുകൊണ്ട് അതും അവർക്ക് തീർച്ചയായിട്ടും ആ ഫീലിങ്സ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഉം. അവര് നമ്മൾ നന്നായി കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞ് ആ, കഴിഞ്ഞ് നമ്മൾ ആ ഭഗവാന്റെ ആ ഒരു പ്രസരണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുന്ന പോലെ നമ്മുടെ പരിസരത്തുള്ളവർക്ക് അത് അറിയാതിരിക്കില്ല. ചിലർക്ക് ചില സമയമെടുക്കും, ചിലർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോയി ചാൻഡ് ചെയ്യാൻ സമയത്തെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ക്യൂവിൽ നിന്ന് 5-8 മണിക്കൂർ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഒതുങ്ങിക്കൂടി ജപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലർ നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നതാണ് അല്ലെ. ശ്രദ്ധിച്ചു നോക്കുന്ന അവർ ചോദിക്കും, ഇത് എന്താ ഈ സാധനം, ഈ സഞ്ചി എന്താണ്, ഇതെന്താണ് എന്താണ് നിങ്ങൾ ഈ മാലയും കൊണ്ട് എന്താ കാണിക്കുന്നതൊക്കെ ചിലർ ചോദിക്കും അല്ലെ. അപ്പൊ ചോദിക്കുമ്പം ഉം. നമ്മള് അവരോട് ഇത് നമ്മളൊരു ജപമാലയാണ്, മാലയിൽ ജപിക്കണം എന്ന് വളരെ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വെടി പൊട്ടിക്കുന്നവർ പൊട്ടിക്കരുത്. ഈ തത്വശാസ്ത്രം എല്ലാം കൂടെ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ അവര് പിന്നീട് ഒന്നും ചോദിക്കത്തില്ല. അവർ അതേപടി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും, മാറി നിൽക്കും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് നിർത്തുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ നമ്പർ തരാവോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പോകുന്നത്, ഇത് എവിടെ പോയാൽ ഇത് പഠിക്കാൻ പറ്റും, എനിക്കിത് പഠിക്കണം, എന്റെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്, ഗീത പഠിപ്പിക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അന്വേഷണവുമായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ വേണ്ട രീതിയിൽ അവർക്ക് ഫുഡ് കൊടുക്കണം. വേണ്ട രീതിയിൽ ഫുഡ്. അപ്പൊ ആ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് നമ്മൾ ഈ പറയുന്ന ഈ ഭക്ഷണം കൊടുക്കുകയല്ല ചെയ്യുന്നത്, അവരെ ഫീഡ് ചെയ്യണം. ഉം. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഇതാണ് അതിന്റെ പ്രോസസ്സ്. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാം. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് പടിപടിയായിട്ട് ചോദിക്കുക. നിങ്ങളിപ്പോ ആകെ നാമം മാത്രം ജപിക്കുക അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത പടിയായിട്ട് അടുത്ത സ്റ്റേജ് ഇത് പറയുക, അടുത്ത സ്റ്റേജ് അടുത്തത് പറയാം. അപ്പൊ അങ്ങനെ പതിയെ പതിയെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ഭഗവാന് ഭയങ്കര പ്രീതിയാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരാളെങ്കിലും ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾക്ക് ഭഗവാന് ഭയങ്കര പ്രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവന് കടമ നിർവഹിക്കാത്തവനല്ല. ശ്രീനിവാസൻ ചിന്താമിഷ്ടയായ ശ്യാമളയിൽ കാണിച്ച പോലെ കാണിക്കുന്ന ഒരാള് അല്ല ഒരിക്കലും. എന്താണ് നമ്മുടെ കടമ മുഴുവൻ, കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിനായിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് സന്യാസം ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ധ്യാനം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് എന്താണ് കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കടമ നിർവഹിക്കാതെ എന്താണ് ഒരിക്കലും ഒരു സന്യാസിയായിട്ട് ഇരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇനി അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ഉള്ള കർമ്മമാണ് പൂർണ്ണതയുടെ മാനദണ്ഡം. ഇവിടുത്തെ ആ ഒരു അടിവരയിടേണ്ട ഒരു സംഭവമാണ്, ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മമാണ് പൂർണ്ണതയുടെ മാനദണ്ഡം എന്ന് ഇവിടെ ശ്രീലപ്രഭാതന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷന്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്യാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും. സ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷന്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്യാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവനാകട്ടെ സ്വാർത്ഥ ഉദ്ദേശമില്ലാതെ പരിപൂർണൻ അല്ലാതെ കൃഷ്ണന് വേണ്ടി കർത്തവ്യം നിറവേറ്റുന്നു, സ്വന്തം തൃപ്തിക്കായിട്ടല്ല അയാൾ കൃഷ്ണന്റെ പ്രീതിയാണ് തന്റെ വിജയത്തിന്റെ മാനദണ്ഡമായിട്ടാണ് ഭക്തൻ കരുതുന്നത്. അയാൾ തികഞ്ഞ സന്യാസിയും ഉത്തമ യോഗിയുമാണ്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരെ എന്താണ് ത്രിദണ്ഡി സന്യാസികൾ എന്നാണ് പറയുന്നത്. അല്ലെ 3 ദണ്ടൊക്കെയുള്ള സന്യാസിവരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 4 വേദങ്ങളും പഠിച്ച ചതുർവേദികൾ എന്ന് വിശേഷിപ്പിക്കുക. അല്ലെ 4 വേദം പഠിച്ചവരുടെ ഒപ്പമാണ് നമ്മളുടെ ആ ഒരു സ്ഥാനം അല്ലെ. അപ്പൊ ഉത്തമ സന്യാസിയും യോഗിയുമാണ്. പരിത്യാഗത്തിന്റെ ഉത്തമ പ്രതീകമായ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് പറയുന്നത് ന ധനം ന ജനം ന സുന്ദരിയും
കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുയി എന്ന് പറഞ്ഞ എന്താണ്? എനിക്ക് ധനം, എനിക്ക് ധനം ഒന്നും വേണ്ട, അധികം ധനം ഒന്നും വേണ്ട, അല്ലെ? പിന്നെ എന്താണ്? സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ആഗ്രഹവും ഇല്ല. അതുപോലെ തന്നെ എന്താണ്? എനിക്ക് അധികം ശിഷ്യന്മാരെ ഒന്നും വേണ്ട. അല്ലയോ എത്ര ജന്മങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും അവിടുത്തെ അഹൈതുകമായ ഭക്തി മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അവിടുത്തെ അഹൈതുകമായ ഭക്തി മാത്രം മതി. എത്ര ജന്മങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു കൃഷ്ണാബോധസ്ഥരായിട്ടുള്ള ഒരാള് മോക്ഷത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാറില്ല. ഭഗവാന് മോക്ഷം വേണമെങ്കിൽ മോക്ഷത്തിന്റെ ഭക്തിദേവിയും മുക്തിദേവിയും ഒക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചിലപ്പം തരും. പക്ഷെ എന്താണ് ശരിക്കുള്ള ഒരു കൃഷ്ണാബോധത്തിലുള്ള ഒരു ഭക്തൻ എന്താ പറഞ്ഞാൽ ഒരിക്കലും ആ മോക്ഷം എന്ന് പറയുന്ന സംഭവം ആഗ്രഹിക്കില്ല. അവനെന്താണ് അദ്ദേഹത്തിന് എപ്പോഴാണ് ഭഗവാന്റെ ആ ഒരു സേവ മാത്രം മതി. നമ്മള് കേട്ടിട്ടുണ്ടല്ലോ, ഈ ഒരിക്കൽ ഈ നമുക്കറിയാം ഭഗവാൻ എപ്പോഴും ഭഗവാനാണെന്ന് വൃന്ദാവനത്തിൽ മറച്ചു വെക്കും ഭഗവാന്റെ യഥാർത്ഥ രൂപം, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, യഥാർത്ഥ രൂപം ഭഗവാനാന്നുള്ള കാര്യം മറച്ചു വെക്കും. അത് കാര്യം എന്തുകൊണ്ടാണ്? ഭഗവാൻ ആ ഒരു അവരുടെ ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ, സ്നേഹം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഗോപികോപന്മാരും അതുപോലെയുള്ള ഭഗവാൻ ഈ വീരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അത് വിഷ്ണു കാണിച്ചതാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഭഗവാൻ അവരെ പെട്ടെന്ന് യോഗമായ കൊണ്ട് ഭഗവാൻ അവരുടെ ആ ഉള്ളിൽ നിന്ന് തോന്നൽ മാറ്റി. അത് നമുക്കറിയാം 3-4 പ്രാവശ്യം ഈ യശോദാമായിക്ക് തലകറക്കമൊക്കെ ഉണ്ടായി, അല്ലേ? എപ്പോഴൊക്കെയായിരുന്നു? ദാമോദര ലീല കാണിച്ച സമയത്ത് ഭഗവാൻ അവിടെ എന്താണ് ഈ ഉത്തരത്തിലൊക്കെ കിട്ടിയ സമയത്ത് ഭഗവാൻ അവിടെ വെച്ചിട്ട് ഭഗവാന്റെ ആ ഒരു രൂപദർശനം ഭഗവാൻ യശോദാമായിക്ക് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മാണ്ഡ ദർശന ലീല, വായിൽ കൂടെ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കണ്ട സമയത്ത് അമ്മ തലകറങ്ങി വീണു. അതുപോലെ തന്നെ ഈ കാളിയമർദ്ദന സമയത്ത് ഇതുപോലെ തന്നെ അമ്മ തലകറങ്ങി വീണു. പിന്നെ അതുപോലെ തന്നെ പൂതനാമോക്ഷ സമയത്ത് അത്രയും വലിയ രാക്ഷസി 2 കിലോമീറ്റർ നീളത്തിൽ അതിന്റെ ശവശരീരം കിടക്കുകയാണ് പൂതന, അല്ലെ? ആ വ്രജം മുഴുവൻ എത്ര പേര് എത്ര ദിവസം കൊണ്ടാണ് വെട്ടിക്കീറി മുറിച്ച് അതുകൊണ്ട് ആ ശവഅടക്കം നടത്തിയ പൂതനയുടെ അത്രയ്ക്ക് വലിയ ഭീമാകാരമായ ശരീരത്തില് ഭഗവാൻ എന്താണ് ഇത്രയും ചെറിയ വലിപ്പത്തിൽ, അല്ലെ? അത്രയും ചെറിയ വലിപ്പത്തിലുള്ള ആ ഭഗവാൻ 5 മാസമായിട്ടുള്ള ഭഗവാൻ കിടക്കുകയാണ്, അല്ലെ? ചെറിയ ഭഗവാൻ. അപ്പം ഇത് കണ്ടപ്പോഴും യശോദാമായിക്ക് എന്താണ് ഇതുണ്ടായി. പിന്നെ അഘാസുരന്റെ വായിൽ നിന്ന് ഭഗവാൻ അത്രയും പേരെ ഇറക്കിക്കൊണ്ട് വന്ന് അത്രയും വലിയൊരു സർപ്പം വാവിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഈ ഗോപികോപന്മാരും എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് ഗോവർദ്ധന ഉയർത്തിയ സമയത്ത് 7 ദിവസം നിന്നാണ് ഭഗവാൻ എല്ലാവരും കണ്ടത്. പിന്നെ ബ്രഹ്മവിമോഹന ലീല നടന്നത് ആരും അറിഞ്ഞില്ല. നമ്മളൊക്കെ ഭാഗവതത്തിൽ കൂടെ അറിഞ്ഞുള്ളൂ. അവിടെയുള്ളവരാരും തന്നെ വ്രജയിലുള്ള ആരും ഇങ്ങനെ ഒരു ലീല നടന്നതായിട്ട് പോലും അവർക്ക് അറിയില്ല. കാര്യം അവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ തന്നെയാണ്. 1 വർഷം ബ്രഹ്മാവിന്റെ മായയില് അവർ ഉറക്കി കിടത്തി. 1 വർഷം ഇവിടുത്തെ ആ 1 വർഷം പിറ്റേ ദിവസം ഇന്നലെ അവിടെ അകാസുരനെയാണ് കൊന്ന് വലിയൊരു സർപ്പത്തിന്റെ വായിൽ എന്നുള്ള രീതിയിലാണ് അവര് എണീറ്റ് വരുന്നത് ഈ ലീലയിൽ നിന്ന്. അവരിതൊന്നും അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ നാരായണ സമൻ എന്ന പേരിടാൻ വന്ന ഗർഗാചാര്യര് പറഞ്ഞിരുന്നു, അല്ലെ? എല്ലാവരെയും ആകർഷിക്കുന്നവനായതുകൊണ്ട് കൃഷ്ണൻ എന്നുള്ള പേര് ഇടാനായിട്ട് നാരായണ സമൻ, അല്ലെ? അപ്പൊ അതുപോലെ ഓരോ സമയത്തും ഈ അത്യാഹിതങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇവരൊക്കെ എന്ത് ചെയ്യും? ഗോമൂത്രം തളിക്കുകയാണ്. എന്താണ് ഈ ചെയ്യുന്നത്? ഭഗവാനെ ഗോമൂത്രം തളിക്കുകയാണ്, അല്ലെ? പശുമൂത്രം ഒഴിക്കുന്നിടത്ത് കൊണ്ടേ നിർത്തുകയാണ്. അവിടെയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ അങ്ങനെയാണ്, അല്ലെ? ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് എന്താണ് ഈ ചാണകവെള്ളമൊക്കെ ഒഴിച്ച് തളിക്കുകയാണ് കണ്ണ് കിട്ടാതിരിക്കാനും. ഇത് ഓരോന്ന് ശകടാസുരൻ വന്ന് ഇങ്ങനെ ഭഗവാനെ എടുത്ത് ശകടാസുരനാണോ മറ്റേ രേണുകാസുരനാണോ എടുത്തുകൊണ്ട് മേളിലോട്ട് പൊങ്ങുന്നുണ്ട്. ശകടാസുരനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവിടുന്ന് ആ വണ്ടിയെല്ലാം തകർത്ത് താഴോട്ട് അത് വന്ന് വീണ് ഭഗവാൻ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഉടനെ കൊണ്ടുപോയി പശുവിന്റെ അടുക്ക കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. പശു മൂത്രം ഒഴിക്കുന്നത്. പിന്നെ ഭഗവാൻ എങ്ങനെയാണെന്ന് പറയാ എണീറ്റ് നിൽക്കാൻ തുടങ്ങിയത് പശുവിന്റെ കൊമ്പയിലൊക്കെ പിടിച്ചിട്ടാണ്, അല്ലെ? ആ പശു ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ നക്കി തുടയ്ക്കാനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ എത്ര ലീലകൾ നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ ഇതിലൊക്കെ നമ്മൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഭഗവാന്റെ യഥാർത്ഥ രൂപം മറച്ചു വെച്ചിട്ട് ഭഗവാൻ ആ ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചിരുന്നു, അല്ലെ? അപ്പൊ ഒരിക്കൽ ഗോപികോപന്മാരൊക്കെ പറഞ്ഞു, നീ ഇപ്പൊ ഒരുപാട് ലീലകൾ കാണിച്ചല്ലേ, ഗോവർദ്ധന ഉയർത്തി, സാധാരണക്കാർക്കൊന്നും നീ ശരിക്കും നാരായണൻ തന്നെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നാരായണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണനാണ്. നിങ്ങൾക്ക് എന്നെ നാരായണനായിട്ട് കാണണമെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ കണ്ടോളാൻ പറഞ്ഞു.
അപ്പൊ നിനക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അതെന്താ, വൈകുണ്ഠത്തിൽ പോയാൽ എന്താ, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും തയ്യാറായി. അങ്ങനെ ഈ ഗോപന്മാരെ എല്ലാം ആയിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിൽ പോകുന്നു. വൈകുണ്ഠത്തിൽ പോയി ഭഗവാൻ അവിടുത്തെ എന്താണ് പ്രസാദം, ആ പ്രസാദം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ പ്രസാദം. അപ്പൊ അവിടെ നോക്കുമ്പോ എല്ലാം ചതുർഭുജ നാരായണ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നു. അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ എന്താണ് പാലാഴി, അല്ലെ, പാലാഴി അമൃതം പോലത്തെ വെള്ളമാണ്. അതിൽ കുളിക്കാൻ എന്തുമാത്രം സൗകര്യം, അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ആസ്വാദനമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവി, അതുപോലെ എല്ലാം ഇത് കണ്ട് ഇവരെ ആസ്വദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും മോക്ഷം വേണോ? മോക്ഷം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് മോക്ഷം ഒന്നും വേണ്ട, ഞങ്ങളെ നേരെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ഇനി ഒരു നിമിഷം പോലും നിൽക്കണ്ട. അപ്പൊ ശരിക്കും ഭഗവാന്റെ ഭക്തന്മാരല്ലെ സേവകരെ ആഗ്രഹിക്കുന്ന എന്താണ്? ഭഗവാന്റെ സേവ. അവർ എത്ര ജന്മം എടുത്താലും വേണ്ടില്ല, എനിക്ക് ഒരിക്കലും മുക്തി വേണ്ട, നമ്മൾക്ക് എങ്ങനെയും മോക്ഷം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു, അല്ലെ, ഈ ഒരു ജന്മത്തിൽ നീ ദുരിതത്തിൽ നിന്ന്. പക്ഷെ ശരിയായിട്ടുള്ള ഭക്തർ ആഗ്രഹിക്കുന്ന എന്താണ്? എനിക്ക് ഒരിക്കലും മോക്ഷം വേണ്ട, എനിക്കെന്താണ് എത്ര ജന്മം എനിക്ക് വന്നു കഴിഞ്ഞാൽ നിനക്കുള്ള സേവ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട, അന്നേ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ ഒരു ഭക്തനുണ്ട്, കുമ്മൻദാസ് എന്നാണ് പറയുന്നത്. ആ കുമ്മൻദാസ് എന്ന് പറഞ്ഞ ഭക്തൻ ഭഗവാന്റെ അഷ്ടഗോപന്മാര് ആയിട്ടുള്ള 8 പേര് ഇതുപോലെ വൃന്ദാവനത്തിൽ അവതാരം എടുത്തിരുന്നു. അഷ്ടഗോപന്മാരില് അതിലൊരാളാണ് കുമ്മൻദാസ് എന്ന് പറഞ്ഞു. ഒരുപാട് ലീലകളുണ്ട് കുമ്മൻദാസിന്റെ. അപ്പൊ ഈ കുമ്മൻദാസ് വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടാണ് കഴിയുന്നത്, വളരെ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ട്. വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്ന ആള് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? പക്ഷെ ഭഗവാൻ ഏത് സമയം വന്ന് മടിയിലിരുന്ന് എന്താണ് ലാല എന്നാണ് പറയുന്നത്. 4 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടിയായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഹേ ലാല എന്നാണ് വിളിക്കുന്നത് കുമ്മൻദാസ്. അതുപോലെ ഹേ കുമ്മന എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് ഭഗവാനും വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് ഇവര് തമ്മിൽ ഏത് സമയം സംസാരമാണ്. ഇദ്ദേഹം ജപിക്കുമ്പോൾ നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് ഭഗവാൻ സമ്മതിക്കുന്നു. ഭഗവാനുമായിട്ട് എന്താണ് വാഗ്വാദങ്ങളും അങ്ങനെ ഇങ്ങനെ പല പല ചർച്ചകളൊക്കെ നടത്തുകയാണ്. അപ്പം വീട് ഇങ്ങനെ പട്ടിണിയിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം ഇവര് കഴിഞ്ഞുകൂടാനായിട്ട് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇത് കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു, നിനക്ക് ലക്ഷ്മിയുടെ കുറവാണുള്ളത്, ഞാൻ നിനക്ക് ലക്ഷ്മിയെ കൊണ്ടേ തന്നാലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുമ്മൻദാസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേയില്ല. സദാ ഭഗവാനുമായിട്ട് എന്താണ് കളിച്ച് ചിരിച്ച് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ അദ്ദേഹത്തിന്റെ സമ്പത്തോ ഇതൊന്നും അദ്ദേഹം നോക്കുന്നില്ല. അപ്പൊ അതേ സമയത്താണ് ഒരു രാജാവിന് ഇതുപോലെ ഒരു തോന്നലുണ്ടായി. ഭഗവാനാണ് തോന്നലുണ്ടായി. അവിടെ വ്രജ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന് തോന്നലുണ്ടായി. എന്താണ്? എനിക്ക് എന്റെ സ്വത്ത് മുഴുവനും നധനം നജനം, ആ ഒരു തോന്നലുണ്ടായി അല്ലെ. എനിക്ക് എന്റെ എല്ലാ സ്വത്ത് മുഴുവനും പരം വൈഷ്ണവനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന് ദാനം ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വൃന്ദാവനത്തിലുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനെ പരമമായിട്ടുള്ള ഒരു ഭക്തനെ തേടാൻ 6 പേരാണുള്ളത്, അല്ല 8 പേരാണുള്ളത്. പക്ഷെ അതിലൊരാളാണ് ഈ കുമ്മനൻ എന്ന് പറയുന്ന ആൾ, കുമ്മൻദാസ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ഇങ്ങനെ ഇതുപോലൊരു കുടിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് അവിടെ വന്നു. രാജാവ് അവിടെ വന്ന മാതിൽ കുമ്മന നിന്നെ തിരക്കി രാജാവ് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അപ്പൊ തന്നെ. അപ്പൊ രാജാവ് കയറി വന്ന് രാജാവിന് ആചാരങ്ങളെല്ലാം കൊടുത്തു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ എന്റെ സർവ്വ സമ്പത്തുകളും നിന്നിൽ അടിയറ വെക്കാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. നിന്റെ ഒരു കൃപ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. രാജാവ് എന്നോട് ഇങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നോ? അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കുമ്മൻദാസ് തിരിച്ചു ചോദിച്ചു, എനിക്കപ്പോ ഈ സ്വത്ത് വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ധനം എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് ഈ കുമ്മൻദാസ് പറഞ്ഞു. രാജാവ് പറഞ്ഞു, സ്വീകരിച്ചേ മതിയാവുള്ളൂ, എനിക്കിത് എന്താണ് ഭഗവാൻ സ്വപ്ന ദർശനം നടത്തിയതാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആ കാലിൽ പിടിച്ച് പറഞ്ഞു രാജാവ്. അവിടുത്തെ സ്ഥലത്തെ രാജാവ് കാലിൽ പിടിച്ച് കുമ്മൻദാസിനോട് അപേക്ഷിച്ചിട്ടും പറഞ്ഞു, എനിക്ക് എന്താണ് യാതൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞു. എന്താണ് കാരണം എന്നൊന്നും പറഞ്ഞില്ല. അവസാനം രാജാവിനോട് പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോയില്ല എങ്കിൽ ഞാൻ എന്താണ് എന്റെ യമുനാ നദിയിൽ ചാടി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു പറഞ്ഞു. ഇത് സത്യം എന്ന് പറയുകയും രാജാവ് പിന്നെ ഒരു വൈഷ്ണവന്റെ ശാപം ഏൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടുന്ന് അത്രയും പെട്ടെന്ന് യാത്രയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉടനെ ഭഗവാൻ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും അപ്പം വീട്ടിലുള്ള ഭാര്യയും മക്കളും അടുത്തുള്ള ആൾക്കാരെല്ലാവരും വന്ന് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ലക്ഷ്മി ദേവി സ്വയം വാതിലിൽ വന്ന് നിന്നിട്ടും എന്താണ്
തിരസ്കരിച്ചല്ലോ, അങ്ങനെ പാടുണ്ടോ, അത് അഹങ്കാരമല്ലേ, ഈ ചെയ്യുന്നതിന് അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാരും വിമർശിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാരും പോയി. കുമ്മൻദാസിനെ പലരും ഉപേക്ഷിച്ചു, കൈവിടിഞ്ഞു. അങ്ങനെ അവസാനം കുമ്മൻദാസ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ വന്നു മടിയിലിരുന്നു. ഹേ കുമ്മന, നീ എന്താണ് കാണിച്ചത്? ഞാൻ നിന്റെ അടുത്തേക്ക് ആ രാജാവിനെ പറഞ്ഞു വിട്ടു, എല്ലാമായിട്ട് തന്നു. നിനക്ക് ധനത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം നിന്നിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നീ സ്വീകരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു വിട്ട ആളെ നീ അപ്പൊ എന്റെ ഇച്ഛ നീ അനുസരിക്കത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിക്കണം. എനിക്കെന്താണ്, ആ രാജാവ് ഇവിടെ വന്നു, ധനം വന്നപ്പോൾ അങ്ങ് എന്നിൽ നിന്ന് പോയി. മനസ്സിലായി? രാജാവ് ധനവുമായിട്ട് വന്ന സമയത്ത് അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോയി. ഒരു കാരണവശാലും അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ആ ധനം ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് അങ്ങേ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധനവും വേണ്ട, ഒന്നും വേണ്ട. സദാ അങ്ങ് എന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. ഏത് ധനം അല്ലെങ്കിൽ ഏത് ലക്ഷ്മി എന്റെ അടുത്തേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അങ്ങ് എന്നിൽ നിന്ന് പോകുന്നു, ആ ധനം എനിക്ക് വേണ്ട. അങ്ങുണ്ടെങ്കിൽ എനിക്ക് എല്ലാമായി. പിന്നെ ദാരിദ്ര്യമോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം സഹിച്ചു. കാര്യം അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ്, ഒരു ഭക്തന്മാരും ഒരിക്കലും എന്താണ് മുക്തി ആഗ്രഹിക്കില്ല. അവർക്ക് സദാ എത്ര ജന്മങ്ങൾ എടുത്താലും വേണ്ടില്ല, അവര് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് സദാ ഭഗവത് സേവ ചെയ്യണമെന്ന് മാത്രമേ അവരാഗ്രഹിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത ശ്ലോകം, യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസംന്യസ്ത സങ്കൽപോ യോഗി ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസംന്യസ്ത സങ്കൽപോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ലൈല മാതാജി. ഹരേ കൃഷ്ണ. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. പ്രാഹുർയോഗം തം സങ്കൽപോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. പത്മ മാതാജി. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്ത സങ്കൽപോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. പാണ്ഡവ, ഹേ പാണ്ഡവ, യം യാതൊന്നിനെ, സന്യാസം ഇതി സന്യാസം എന്ന്, പ്രാഹു പറയുന്നുവോ, തം അതിനെ, യോഗം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നത് എന്ന്, വിധി നീ അറിഞ്ഞാലും, ഹി എന്തെന്നാൽ, അന്യസ്ത സങ്കല്പ ആത്മതൃപ്തിക്കുള്ള ആഗ്രഹം ത്യജിക്കാത്തവനായ കശ്ചന ഒരാളും യോഗിയായി ന ഭവതി ഭവിക്കുന്നില്ല. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് ജെയ്സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണ്. നീ അറിയണം, യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? രതിദേവി മാതാജി. ജയ് ശ്രീലപ്രഭാത്. ഭാവാർത്ഥം. ജീവാത്മാവെന്ന നിലയിൽ തന്റെ മൂലസ്വരൂപം എന്തെന്നറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സന്യാസയോഗം, അല്ലെങ്കിൽ ഭക്തി. ജീവാത്മാവിന് തന്റേതായൊരു സ്വതന്ത്രാസ്തിത്വമില്ല. പരമപുരുഷന്റെ തടസ്സ ശക്തിയാണത്. ഭൗതിക ശക്തിയിൽ അകപ്പെട്ടു പോയപ്പോൾ ബദ്ധനായി കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ, ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ബോധം വരുമ്പോൾ ആത്മാവിനെ തന്റെ സ്വാഭാവിക അവസ്ഥ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് നേടിയ ഒരാൾ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ത്യജിക്കും. അവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും നിർത്തും. ഭൗതികാസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വെക്കുന്ന യോഗികളും ഇതിനു വേണ്ടിയാണ് പരിശീലിക്കുന്നത്.
എന്നാൽ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് കൃഷ്ണനായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റൊന്നിലും തന്റെ ഇന്ദ്രിയങ്ങളെ വ്യാപരിക്കുവാൻ സന്ദർഭമുണ്ടാവില്ല. അതുകൊണ്ട് ഒരേ സമയം തന്നെ സന്യാസിയും യോഗിയുമാണ്. കൃഷ്ണാവബോധവാനായ വ്യക്തി ജ്ഞാനയോഗ പദ്ധതികളിൽ നിർദ്ദേശിക്കുന്ന ജ്ഞാനത്തിന്റെയും ഇന്ദ്രിയ ദമനത്തിന്റെയും ഉദ്ദേശങ്ങൾ കൃഷ്ണാവബോധത്തിൽ തനിയെ നിറവേറ്റുന്നു. സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ജ്ഞാനമാകട്ടെ യോഗമാകട്ടെ ഒരു പ്രയോജനവും ചെയ്യില്ല. സ്വാർത്ഥപരമായ എല്ലാ സംതൃപ്തിയും കണക്കാക്കാതെ പരമപുരുഷന് പ്രീതികരമായത് ചെയ്യാൻ തയ്യാറാവുകയാണ് ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യം. കൃഷ്ണാവബോധമാർന്ന മനുഷ്യന് സുഖാനുഭോഗങ്ങൾക്കുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അയാൾ പലപ്പോഴും ഭഗവത് പ്രീണനത്തിൽ മുഴുകിയിരിക്കും. പരമപുരുഷനെ കുറിച്ച് അറിയാത്തവനാണ് സ്വാർത്ഥപൂർത്തിക്കായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്. നൈഷകർമാവസ്ഥയിൽ ജീവിക്കുവാൻ ആർക്കും സാധ്യമല്ല. കൃഷ്ണാവബോധ പരിശീലനം വഴി എല്ലാ ഉദ്ദേശങ്ങളും പൂർണ്ണമായി ഫലവത്താകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. പരിത്യാഗം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അതൊരു തരത്തിലുള്ള യോഗം തന്നെയാണ്. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമപുരുഷനോട് ചേരുന്നത് തന്നെയാണ് യോഗം എന്ന് പറയുന്നത്, അല്ലെ? യോഗം നമ്മുടെ ജീവാത്മാ പരമാത്മാ സമ്മേളനത്തിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ പരിത്യാഗം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള യോഗം തന്നെയാണ്. എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മറ്റ് പലതരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ അധ്യായം ധ്യാനയോഗത്തെ പറ്റിയാണ്. അപ്പൊ യോഗം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ പരമപുരുഷനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ പരിത്യാഗം ഒരു തരത്തിൽ എന്താണ്? ഭൗതികതയോടുള്ള പരിത്യാഗം ആണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പക്ഷെ ചെയ്യുന്നതൊക്കെ മറ്റ് പല കാര്യങ്ങളാണ്, അല്ലെ? മറ്റ് പല കാര്യങ്ങളോട് കൂടി അഡീഷണൽ ആയിട്ട് യോഗം കൂടെ കൂടി നമ്മൾ ചേരും, അല്ലെ? മറ്റ് പല ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടുതൽ നമ്മൾ ആസക്തനായി അതിനോട് നമ്മൾ യോഗം ചെയ്യും. ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരിക്കലും പരിത്യാഗം നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറുമല്ല. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. അപ്പം വ്യക്തമാണ് പറയുന്നത്, ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളാണല്ലോ നമുക്ക് പലപ്പോഴും നമ്മളെ, അതായത് നമ്മളുടെ കണ്ണ്, നാവ്, ഇങ്ങനെയുള്ള ഉപസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പല അവയവങ്ങൾ നമുക്ക് ഉണ്ട്. അത് പലപ്പോഴും നമ്മളെ എന്താണ് നമുക്ക് ഒരിക്കലും നമ്മളെ ശരിയായിട്ടുള്ള രീതിയിൽ, അതായത് ഈ മനസ്സിന് കൊടുക്കുന്ന സിഗ്നൽസ് കൊടുക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെ? മനസ്സിന് സിഗ്നൽസ് കൊടുക്കുന്നത്. അപ്പൊ മനസ്സ് ആ ഒരു സിഗ്നൽസ് കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സ് ഉദ്ദീപിക്കുന്നത്, അല്ലെ? അപ്പൊ മനസ്സ് തിരിച്ച് സിഗ്നൽസ് കൊടുക്കും. അതിന് ആദ്യേ ഈ പറയുന്ന ഗേറ്റ് വേസ് ആയിട്ടുള്ള 5 ഇന്ദ്രിയങ്ങള് മനസ്സിന് സിഗ്നൽസ് കൊടുക്കുന്നു. അപ്പൊ മനസ്സ് തിരിച്ച് സിഗ്നൽസ് കൊടുക്കും. അതിലേക്ക് കൂടുതൽ എന്താണ് ശ്രദ്ധയൂന്നാനും അതുപോലെ അതിന്റെ ഉപരിപ്ലവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മനസ്സ് പ്രേരിപ്പിക്കും ഈ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം, അല്ലെ? അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 2 വേ ഗേറ്റ് വേ ആണ്, അല്ലെ? മനസ്സും ഈ പറയുന്ന 5 ഇന്ദ്രിയങ്ങളുമായിട്ടുള്ളത്. അപ്പൊ അതൊരു പരസ്പര പൂരണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിൽ ഏറ്റവും പെശകുള്ള 2 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉള്ളത് എന്താണ്? ഒന്ന് നമ്മളുടെ നാവാണ്, അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ എന്താണ് ലൈംഗിക അവയവമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇന്ദ്രിയങ്ങളിൽ പെശകായിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 2 കാര്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. ധ്യാനയോഗത്തിൽ ശരിക്കും ഈ പറയുന്ന അഭ്യാസ മുറകളിലുള്ള ധ്യാനയോഗം എടുക്കുന്ന ക്ലാസ്സുകളിലാണെങ്കിലും അവരും എന്ത് പറയൂല, നാവിനെ നിയന്ത്രിക്കുക, അല്ലെ? നാവ് കൊണ്ടാണ് പലർക്കും അടി കിട്ടുന്നതും പല കാര്യങ്ങളും ഉണ്ടാകുന്നത്, അല്ലെ? വെറുതെ നാവ് ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ മറ്റുള്ളവരെ അടിതിരിക്കുന്ന ആളുടെ നല്ല അടി നമ്മുടെ ചെവിടിന്റെ കിട്ടാൻ അത് മതി, അല്ലെ? നാവും കൊണ്ട് എത്ര കാര്യങ്ങൾ, നല്ല മഹാകാര്യങ്ങൾ ആൾക്കാർ സാധിച്ചിരിക്കുന്നു. അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ എത്ര കാര്യങ്ങൾ നല്ലതും ചെയ്യുന്നുണ്ട്, ഒരുപാട്. പക്ഷെ കൂടുതലും ചെയ്യുന്നതെന്താണ്? മറ്റുള്ളവർക്ക് വിരോധം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ നാവിനെ, ഈ നല്ല രീതിയിൽ ആ നാവിനെ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക,
ഭഗവാന്റെ പ്രസാദം രുചിച്ച് ഭക്ഷിക്കുക, അല്ലേ? ഇത് രണ്ടുമാണ് എന്താണ് നാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം. അതുപോലെ തന്നെ ചെവി, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ട്. പ്രശ്നക്കാരാണ് ഇന്ദ്രിയങ്ങളെല്ലാം. അപ്പൊ അതിനെല്ലാം തന്നെ നമുക്ക് പോംവഴിയും തന്നിട്ടുണ്ട്, അല്ലെ? അപ്പം ഈ നമ്മൾ ഭൗതികതയിലുള്ള ആൾക്കാരെ പറ്റി കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെവിക്ക്, അപ്പൊ മനസ്സിന് എന്താണ് ചെവിയിൽ കൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കേൾക്കാനായിട്ട് നമ്മൾ ചെവി എത്തിച്ചു പോകും, അല്ലെ? എവിടെയാണ് ഇങ്ങനെ ആരുടെയും പരദൂഷണം കേൾക്കുന്നതെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ചെവി പരതി നടക്കും, ഇങ്ങനെ കൂർപ്പിച്ച്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ ഈ ഒരു കൂർമ്മത ഉണ്ടാകുന്നില്ല, അല്ലെ? നമ്മൾ ഭഗവാന്റെ ഒരു വീഡിയോ വരുമ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് എന്താണ് ഭൗതികമായിട്ട് ആരെങ്കിലും 10 ചീത്ത പറയുന്ന വീഡിയോ ആണ്, അത് നിന്ന് കേൾക്കും, അല്ലെ? എനിക്ക് ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഭഗവാൻ ഈ AI കൂടെ ഇപ്പൊ ഭഗവാൻ എപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ, AI ഒക്കെ ഉള്ള കാരണം. അപ്പൊ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് അനുഭവം ഉള്ളതാണ്, അല്ലെ? എന്നെ പോലെ തന്നെയാണല്ലേ ഷിബി മാതാജിയൊക്കെ ചിരിക്കുന്നു. ഇത് വാസ്തവമാണല്ലോ. നമ്മൾ ഭഗവാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുമ്പോ ഭഗവാന്റെ ഒരു വീഡിയോ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്ത് വിടും. കാര്യം ഇത് കേട്ട കാര്യം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വേറൊരു വീഡിയോ, ഞാൻ ആരെങ്കിലും 10 ചീത്ത പറയുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നിന്ന് കേൾക്കും, അല്ലെ? നമ്മൾ മനസ്സ് ശരീരം എല്ലാം ഒരുമിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്തുമാത്രം ഈ ഭൗതികതയിലേക്ക് അട്രാക്റ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ എന്താണ് ഭഗവാനെ പറ്റിയുള്ള ശ്രവിക്കാനായിട്ട് കേൾക്കുക. ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് 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 നമ്മൾ മനസ്സിൽ ഭഗവാനെ പറ്റി താല്പര്യം ഉണ്ടാക്കുക. പക്ഷെ മനസ്സ് എന്താണ് അങ്ങനെ കേൾക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ കൈയെ, കർമ്മേന്ദ്രിയമായ കൈയിനോട് പറയാൻ നീ അതങ്ങ് സ്വൈപ്പ് ചെയ്ത് വിടാനായിട്ട്, അല്ല, ആക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു. മനസ്സ് വിചാരിക്കുന്നതിന് മുൻപ് ആക്ഷൻ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, അടുത്ത വീഡിയോ വരും. അപ്പൊ അടുത്ത വീഡിയോ നമ്മളെ എന്താണ് മസാല ഇട്ട വീഡിയോ ആണ്, നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ആകർഷണമാക്കാൻ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ തങ്ങി നിൽക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ തൃഷ്ണ ഉപേക്ഷിക്കാതെ ഒരിക്കലും യോഗിയാകാനായിട്ട് സാധ്യമല്ല. അപ്പൊ ഈ യോഗ അല്ലെങ്കിൽ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ ഒരുപാട് സഹായിക്കും. അപ്പൊ അതിനകത്ത് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ആ സീമാജി നായര് ഈ പറയുന്ന യോഗ ചെയ്ത ആൾക്കാരെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ചുമ്മാ സീരിയലും കണ്ട് അയൽക്കൂട്ടവും ഒക്കെ അവിടെ പോയി പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ എല്ലാം കൂട്ടി അവരെ കൊണ്ട് ധ്യാനം ചെയ്യിപ്പിക്കുവാണെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യിക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അത്രയും പേരെ സംഘടിപ്പിച്ചല്ലോ, എന്തിന്റെ പേരിലാണെങ്കിലും. അവർക്കൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അവർ കടിച്ചാൽ പൊട്ടുവല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഓഫർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനം കൊണ്ടുണ്ടാകുന്ന പവർ, ശക്തിയാണ് അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ശക്തി ഉണ്ടാകുകയും ചെയ്യും, ധ്യാനം കൊണ്ട് ശക്തി ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ നല്ല പവർ ഓറ, നമ്മളുടെ ചുറ്റും നല്ല ഓറ ഉണ്ടെങ്കിൽ നമുക്ക് വേണേൽ ഒരാളെ ചികിത്സിക്കാൻ പറ്റും. ഒരാളെ നമ്മൾ ഇങ്ങനെ തലോടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ശാപം കൊടുക്കാൻ പറ്റും ഒരാൾക്ക്, അല്ല? അതുപോലെയൊക്കെയുള്ള ഒരുപാട് കഴിവുകൾ നമ്മുടെ സിദ്ധി നമ്മളിലേക്ക് കൈവരും, അല്ലെ? ധ്യാനം കൊണ്ട്. ധ്യാനത്തിന് നല്ല കുറെ ഭാഗങ്ങളുണ്ട്, പക്ഷെ മോശം കാര്യങ്ങളും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ഈ ശ്വാസമൊക്കെ പിടിച്ച് നമ്മള് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഓക്കെയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു പരിധി വരെ ധ്യാനത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കറിയാം പല ധ്യാനയോഗികളും എന്താണ് മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നില്ല. അവർ മോശമായ കാര്യങ്ങൾ പറയുന്നില്ല, അവർ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രം അവിടെ ഇല്ല എന്നുള്ള ഒരേ ഒരു കുറവുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും വലിയ കുറവ്. ആ ഒരു സംഭവത്തിന്റെ കുറവ്, ഭഗവാൻ അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കുറവുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്. ഭഗവാനാണ് പൂർണ്ണൻ. പൂർണ്ണനായിട്ടുള്ള ആളില്ലാതെ എവിടെ ആനന്ദം കിട്ടും? ആനന്ദം എവിടെ ഉണ്ടാകും? ബ്ലിസ്. ശൂന്യതയിൽ പോയി ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആനന്ദം ഉണ്ടാകും? തിരിച്ചു പോരണം, അല്ലെ? ലയനം മാത്രമേ ഉള്ളൂ, ആസ്വാദനം ഇല്ല. ആസ്വാദനം കിട്ടണമെങ്കിൽ ഇന്ന് സച്ചിദാനന്ദ സ്വരൂപത്തില് എന്താണ് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. സർവ പരമാനന്ദമാണത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരിക്കലും ഒരാൾക്കും യോഗിയാകാനായിട്ട് സാധ്യമല്ല എന്നിവിടെ അടിയുറച്ച് പറഞ്ഞിരിക്കുകയാണ് ശ്രീല പ്രഭുപാദര്. അപ്പൊ മൂലസ്വരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മൂലസ്വരൂപം ഭഗവാനുമായിട്ട് ബന്ധം, നമ്മുടെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരമപുരുഷന്റെ തടസ്സ ശക്തിയാണ് നമ്മൾ, അല്ലെ? മാർജിനൽ പൊട്ടൻസിയാണ്. അതുപോലെ തന്നെ
കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ബോധം വരുമ്പോൾ ആത്മാവിന് തന്റെ സ്വാഭാവിക അവസ്ഥ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം ഭഗവാന്റെ സേവകനാണെന്നുള്ളത് തിരിച്ചു കിട്ടുന്നു കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് നേടിയ ഒരാൾ സുഖഭോഗങ്ങളെല്ലാം ത്യജിക്കും. അതുകൊണ്ട് ഇന്ദ്രിയ സുഖഭോഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള അറിവ് നേടിയ ഒരാള് ത്യജിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഒരേ സമയം തന്നെ സന്യാസിയും യോഗിയുമാണ് കൃഷ്ണാവബോധത്തിനുള്ള വ്യക്തി. അതാണ് ഇതിലെ ഈ ശ്ലോകത്തിലെ കാതലായ ഭാഗം. ഒരേ സമയം തന്നെ സന്യാസിയുമാണ് യോഗിയുമാണ് കൃഷ്ണാവബോധസ്ഥനായിട്ടുള്ള വ്യക്തി എന്നാണ് ഈ ശ്ലോകത്തിന്റെ സമ്മറി. ശ്രീല പ്രഭുപാദർ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരേ സമയം എങ്ങനെ ഇത് രണ്ടും ആകാൻ കഴിയും? സന്യാസി എന്ന് പറഞ്ഞാൽ പരിത്യാഗം, നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിക്കുക. അതുപോലെ തന്നെ കൃഷ്ണാവബോധം വെച്ച വ്യക്തി എന്താണ്? ആരെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭഗവാനുമായിട്ട് യോഗം ചെയ്യുന്നു, അപ്പൊ യോഗിയാണ്. ഒരേ സമയം സന്യാസിയുമാണ്, ഒരേ സമയം യോഗിയുമാണ്. വളരെ വ്യക്തമാണ് അല്ലെ. അപ്പൊ സ്വാർത്ഥപരമായ ഏത് സംതൃപ്തിയും കണക്കാക്കാതെ പരമപുരുഷന് പ്രീതികരമായത് ചെയ്യാൻ തയ്യാറാകുകയാണ് ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പൊ പരമപുരുഷന് സേവ ചെയ്യുക എന്നുള്ളതാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യം. കൃഷ്ണാവബോധമാർന്ന മനുഷ്യന് സുഖാനുഭോഗങ്ങൾക്കുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല. ഭഗവാന്റെ സംതൃപ്തി മാത്രമേ അവരെ ആഗ്രഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവര് യാതൊരു തരത്തിലുള്ള ഹാപ്പിനെസ്സും അവര് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. ആരുരുക്ഷോർമുനീർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. ആരുരുക്ഷോർ മുനീർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. ആരുരുക്ഷോർ മുനീർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ഹരേ കൃഷ്ണ. നമുക്ക് സബിത മാതാജിയോട് വായിക്കാം. സബിത മാതാജി. ഹരേ കൃഷ്ണ. ആരുരുഷോർമുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ആരുരുഷോർമുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 3. ആരുരുക്ഷോർമുനീർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത് ശ്രീല പ്രഭാതയുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീല പ്രഭാസ്. യോഗ അഷ്ടാംഗ യോഗത്തെ ആരുഷ യോഗം ചെയ്യാൻ തുടങ്ങിയ മുനിക്ക് കാരണം കർമ്മമെന്ന് ഉച്യതേ പറയപ്പെടുന്നു. യോഗാരൂഢസ്യ അഷ്ടാംഗ യോഗത്തിൽ ആരൂഢനായ തസ്യേവ അവന് തന്നെ കാരണം ഉപായം ശമം. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കേ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ജയ ശ്രീല പ്രഭാത്. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ യോഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ ഈ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെ നിരോധനമാണ് ഉപായം. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഭാവാർത്ഥം നമുക്ക് ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭാത്. ഭാവാർത്ഥം: പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നതിനെ യോഗം എന്ന് പറയുന്നു. അത്യുന്നതമായ ആത്മസാക്ഷാത്കാരം നേടാനുള്ള കോണിയായി അതിനെ കണക്കാക്കാം. ഈ കോണിയുടെ പടികൾ ഒരു ജീവന് ഏറ്റവും താഴ്ന്ന ഭൗതിക തലങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധമായ ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണമായ സാക്ഷാത്കാരത്തോളം എത്തുന്നു. ഉയർച്ചയുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ പടികളും വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ കോണിയെ പൊതുവെ യോഗം എന്ന് വിളിക്കാമെങ്കിൽ അതിനെ 3ആയി വിഭജിക്കാം. ഇതിന് ഓരോ ഭാഗത്തിനും ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ പേർ കൊടുക്കാം.
ആദ്യത്തെ പടി യോഗാരുക്ഷുവും ഒടുവിലെത്തത് യോഗാരൂഢവുമാണ്. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തുന്നത് കൊണ്ടും ആസനഭേദങ്ങളുടെ പരിശീലനം വഴിയായും ധ്യാനത്തിന് തുടക്കമിടാൻ ചെയ്യുന്ന ആദിമ പരിശീലനങ്ങളെ ഏറെക്കുറെ ശാരീരിക വ്യായാമങ്ങളാണവ ഫലോദ്ദിഷ്ട കർമ്മങ്ങളായി കണക്കാക്കാം. അത്തരം പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടുന്ന പൂർണ്ണ സമതുലിതാവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുന്നു. ധ്യാന പരിശീലനത്തിൽ തികച്ചും വിജയിച്ച ഒരാൾക്ക് മനക്ഷോഭങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും. കൃഷ്ണാബോധമാർന്ന വ്യക്തിയാവട്ടെ എപ്പോഴും കൃഷ്ണയെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ്. എപ്പോഴും കൃഷ്ണസേവനത്തിൽ ഏർപ്പെട്ടിരിക്കയാൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കണക്കാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ വളരെ വ്യക്തമായിട്ടാണ് ശ്രീല പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ധ്യാന യോഗത്തിൽ കൂടെ അല്ലെ. ഒരുപാട് എക്സസൈസ് ശരീരത്തിന്റെ അതുപോലെ നമ്മളുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. യോഗ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരുപാട് സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഈ ധ്യാന യോഗം ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരവസ്ഥയിൽ നമുക്ക് കൃഷ്ണാബോധം, ഈ യോഗ ആ ഭൗതികതയിലുള്ള ആ ചുരുക്കല്ലേ, ആ ഒതുങ്ങിക്കൂടല്ലേ നമ്മള് അവിടെ ഭഗവാനെ എന്ന എലമെന്റൂടെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഏറ്റവും ഉയർന്ന വ്യക്തിയായി മാറുവാണ് അല്ലെ. നമ്മളുടെ എന്താണ്, ശരീരത്തിനെ നിയന്ത്രിച്ചു, മനസ്സിനെ നിയന്ത്രിച്ചു, ഒപ്പം തന്നെ നമ്മൾ അവിടെ ഭഗവാനെ അവിടെ കുണ്ടലിയം കൊണ്ട് ചെയ്തെങ്കിൽ എന്താണ്, അത് ഏറ്റവും പരമമായിട്ടുള്ളൊരു സംഭവമായി മാറി. ഇവിടെ പറഞ്ഞിരിക്കുന്ന അഷ്ടാംഗ യോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ യോഗം. അപ്പൊ പ്രാരംഭനായിട്ടുള്ള സാധകൻ എന്താണ്, കർമ്മം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ യോഗ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആണ് ഈ പ്രാരംഭരായിട്ടുള്ള സാധകരൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് പോകുന്നത് അല്ലെ. അപ്പം കുറെ പ്രാക്ടീസ് ചെയ്തവർക്ക് അത് ഓട്ടോമാറ്റിക്കലി വരുമെങ്കിലും പ്രാരംഭ ഘട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ പല അവയവങ്ങൾ അഷ്ടാംഗ യോഗത്തിൽ നിന്ന് എന്തൊക്കെയാണ് ആ 8 അംഗങ്ങൾ ഏതൊക്കെയാണ് അഷ്ടാംഗ യോഗയുടെ? ആർക്കാണ് പൂർണ്ണമായിട്ട് ഓർമ്മയുള്ളത്? ശമം, ദമം, അതല്ലേ പ്രഭു? അഷ്ടാംഗയോഗം. ശമം, ദമം, പ്രത്യാഹാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നാവിലൊക്കെ പ്രത്യാഹാരം പലതവണ പറഞ്ഞുമാണ് ഞാൻ, എന്റെ മനസ്സിൽ തന്നെ അത് പോയി. അപ്പൊ ഇങ്ങനെ 8 യോഗങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ നിയന്ത്രിക്കുന്ന എന്താണ്, നമ്മുടെ ശരീരവും ശ്വാസത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. ഈ പ്രക്രിയകളുടെ എല്ലാം തന്നെ ഒരു ശാരീരിക വ്യായാമ പദ്ധതിയാണ് അല്ലെ. പൂർണ്ണമായിട്ടും ഭൗതികമാണ്. ഈ ഭൗതികമായ പ്രക്രിയയിൽ കൂടെ നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ അന്ത്യഘട്ടത്തിൽ മനസ്സിനെ നമുക്ക് ഒരു ബിന്ദുവിലൊക്കെ കേന്ദ്രീകരിച്ച് നിർത്താനായിട്ട് ഏകാഗ്രത കിട്ടും. മറ്റുള്ള വിചാരങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നൊന്നുമില്ല. അപ്പം ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ പേര് കൊടുക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ ഈ ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ ഈ 3 വിഭാഗമുണ്ട്: ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അതിലെ ധ്യാനയോഗമാണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ യോഗം എന്ന് പറയുന്ന അധ്യായം ഇനി വരും. ജ്ഞാനവിജ്ഞാന യോഗം എന്ന് പറഞ്ഞ അധ്യായം അടുത്ത് വരാൻ പോകുന്നുള്ളൂ, അടുത്ത 7ാമത്തെ അധ്യായം. അതുപോലെ തന്നെ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ 12ാമത്തെ അധ്യായം വരാൻ പോകുന്നുള്ളൂ അല്ലെ. അപ്പൊ ഈ യോഗങ്ങളെ ഇങ്ങനെ 3 തരത്തിൽ, അതായത് ഭഗവാനെ പരമപുരുഷനെ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹവുമായിട്ട് യോഗം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രക്രിയ ഐദർ ധ്യാനയോഗമാകാം, അല്ലെങ്കിൽ ജ്ഞാനയോഗമാകാം. അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോടുകൂടി യോഗം ചേരാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം എലമെന്റിൽ കൂടെ, ഭക്തിയിൽ കൂടി ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇതിൽ ഏതാണ് ശ്രേഷ്ഠം, ഏതാണ് എളുപ്പം എന്നൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഭക്തിയോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരെന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. ഇപ്പൊ 3 യോഗങ്ങളെ പറ്റി നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനയോഗം, മെഡിറ്റേഷനിൽ കൂടി ഭഗവാനുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക. അടുത്തത് അത് വളരെ വലിയ പ്രോസസ്സാണ് നമ്മൾ കണ്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ശ്വാസം നിയന്ത്രിക്കുക, അവയവങ്ങളെ ആ പറയുന്ന രീതിയിൽ നിയന്ത്രിക്കുക, ഈ 8 അംഗങ്ങളും
ിലുള്ള പ്രാക്ടീസ് എത്ര വർഷം പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നത്. അതുപോലെ ജ്ഞാനം, ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം പഠിച്ച് ഭഗവാനെ പറ്റി മനസ്സിലാക്കി ഭഗവാനിൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഭക്തി പ്രാക്ടീസ് ചെയ്തു പോവുക. അപ്പൊ ഇതിലെല്ലാം ടോപ്പ് എന്ന് പറഞ്ഞ ഭക്തിയാണ്. അപ്പം അപ്പൊ അപ്പൊ ഒടുവിലത്തേത് യോഗാരൂഢവുമാണ്. അപ്പൊ ഈ യോഗാരൂഢം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഭക്തിയോഗമാണ്. അപ്പൊ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നതും ആദ്യം മുതൽക്ക് ധ്യാനാവസ്ഥയിലും എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് അവർ കൃഷ്ണാബോധമുള്ള വ്യക്തി എന്താണ്? എപ്പോഴും ധ്യാനാവസ്ഥയിലാണ്, സദാ സ്മരണം. അതുപോലെ തന്നെ ഈ പറയുന്ന യോഗയിൽപ്പെട്ട ഒരു സംഭവമാണ് സ്മരണം, അല്ലെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെ. നമ്മൾ ആ കൃഷ്ണാബോധത്തിൽ ഇരിക്കുന്ന സദാ ഭഗവാനെ പറ്റി മെഡിറ്റേറ്റ് ചെയ്താൽ മതി. നമ്മൾ ധ്യാനയോഗത്തിലാണ്, പക്ഷെ നമ്മൾ ഭഗവാന്റെ സുന്ദരമായ ശ്യാമസുന്ദര രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ലൗകികമായുള്ള പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായിട്ട് കണക്കാക്കാം. കാര്യം അദ്ദേഹം എന്താണ്? ധ്യാനാവസ്ഥയിലാണെങ്കിലും സദാ കൃഷ്ണനെ പറ്റിയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ. ഗോപികമാര് എല്ലാ ജോലിയും വീട്ടിലത്തെ ചെയ്യും. ഭർത്താവിനെ സേവ ചെയ്യും, കുട്ടികളെ സേവ ചെയ്യും, പിതാവിനെ ചെയ്യും, മാതാവിനെ ചെയ്യും, എല്ലാം സർവ്വതും ചെയ്യുന്നുണ്ട്, അല്ലെ. പശുവിനെ കറക്കുന്നുണ്ട്, പശുവിന് പുല്ല് പറിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ സദാ ആരെ പറ്റിയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സില് ഭഗവാനെ പറ്റി അത് ധ്യാനയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. സദാ ഭഗവാനെ പറ്റി മെഡിറ്റേറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഗോപികമാര്. അല്ല, ആ അവസ്ഥയിൽ ആണ് നമ്മളെങ്കിൽ നമ്മളെ ധ്യാനയോഗത്തിൽ നമ്മൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ധ്യാനം ഒഴിവാക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ഭൗതികതയിൽ നമ്മൾ കാണുന്നത് ഈ ധ്യാനയോഗം എന്നൊരു എക്സസൈസ് ആയിട്ട് മാത്രം, അസുഖം വരാതിരിക്കാനും മറ്റ് ഒരുപാട് പവറുകൾ, ഓറ, നമ്മളുടെ ചക്രത്തെയൊക്കെ ഓരോ സ്ഥലത്തിന് ശരീരത്തിന് എന്താണ് ഒരിക്കലും അസുഖങ്ങളൊന്നും വരത്തില്ല ഈ യോഗ ചെയ്ത ആൾക്കാർക്ക്. അവർ ഒരുപാട് പവറൊക്കെ, മിസ്റ്റിക് പവറൊക്കെ വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവര് ഈ യോഗ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകുന്നത്, ഇതെല്ലാം അല്ല നിന്നു പോകുന്നത്. കാര്യം എന്താണ്? വെറും ഭൗതിക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് മാത്രം. അതായത് ശ്രീലപ്രഭാതരുടെ ഒരു യോഗിയായിട്ടുള്ളൊരു വ്യക്തി എന്താണ് ഈ ശ്വാസമൊക്കെ നിയന്ത്രിച്ചിട്ട് എന്താണ് ചാക്കിന്റെ അകത്ത് ഇട്ടിട്ട് ഗംഗാനദി കടക്കുന്ന ഒരു രംഗം കണ്ടു. എല്ലാവരും ഇങ്ങനെ ആർത്തുല്ലസിച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഈ യോഗ പ്രാക്ടീസ് ചെയ്ത ഒരാളെ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്താണ്, അല്ലെ. അദ്ദേഹം എടുത്ത് ചാക്കിനകത്ത് കിട്ടി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. എന്നിട്ട് ഗംഗാനദി അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ മറുകര കിടക്കാൻ നോക്കുകയാണ്. ശ്രീലപ്രഭാതര ഒരു വള്ളത്തിൽ പോയി കേട്ട് 6 അണ കൊടുത്താൽ മതിയായിരുന്നു, അല്ലെ. വെറും 6 അണ കൊണ്ട് ഞാൻ ഗംഗാനദി കടന്നു, അല്ലെ. ഇദ്ദേഹം എത്ര വർഷം പ്രാക്ടീസ് ചെയ്ത്? 6-8 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഗംഗാനദി കിടക്കുന്നത്, അല്ലെ. ഈ ചാക്കിനകത്ത് കെട്ടണോ? ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര എളുപ്പമാണ് ഭക്തിയോഗം, അല്ലെ. അപ്പൊ അതുപോലെയാണ്, വെറും 6 അണ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗാനദി വള്ളത്തിൽ കിടക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ ധ്യാനയോഗത്തേക്കാൾ എളുപ്പം എന്നാണ് ശ്രീലപ്രഭാതര് അവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ പോയിന്റ് പറയാനുള്ളവർ ഉണ്ടെങ്കിൽ ഓരോ പോയിന്റ് പറയാം. ക്ലാസ് അവസാനിച്ചിരിക്കുന്ന. ഇനി ഇതിലെ 2 ശ്ലോകങ്ങളുണ്ട് നമ്മുടെ ഹരിനാമ കീർത്തനത്തിലെ. എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ 1-2 പേര് പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം. സമയം കുറവായതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞു. ഇനി ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം, സമയമില്ലാത്തവർക്ക്. പ്രഭു ഞാൻ ഇറങ്ങട്ടെ. ശരി. ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് ഇത് എക്സിറ്റ് ആയിരുന്നോ? ഇല്ല. ഓക്കെ. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. എന്റെ സ്ക്രീനില് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്ന് ഏത് ശ്ലോകം എടുക്കണ്ടേ ഹരിനാമ കീർത്തനത്തില്? പ്രഭു നമ്മള് 49 അല്ല 39 40 39 40. ഹരേ കൃഷ്ണ. 39ാമത്തെ ശ്ലോകം. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പല തുണ്ടായതിന്നു മഹാമോഹം നിമിത്തം ഇത് പോകും പ്രകാരമതു ചേതസ്സിലാഗമ നാരായണായ നമഃ. രതിദേവി മാതാജി.
ഹരേ കൃഷ്ണ. ഞാനെന്നും ഈശ്വരനിൽ നിന്നും വളർന്നളവ് ജ്ഞാനദ്വയക്കം ഇത് പോകം പ്രകാരം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഞാനെന്നും ഈശ്വരനെന്നും വളർന്ന ജ്ഞാനദ്വയങ്ങൾ. അതായത് ജ്ഞാനദ്വയങ്ങൾ നമ്മൾ അദ്വൈതം ഒക്കെ പറഞ്ഞില്ലേ, ദ്വൈതം അദ്വൈതം, അങ്ങനെ ഈ രണ്ട് ഞാൻ എന്നും ഈശ്വരൻ എന്നും പറയുന്ന ആ രണ്ട് ജ്ഞാനമാണ്, അറിവാണ് അല്ലെ. ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്. അപ്പൊ അങ്ങനെ ഒരു മോഹനിമിത്തം ഇത് പോകും പ്രകാരം, ഈ ഒരു മോഹം ഇങ്ങനെ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നതിന്റെ കാരണം, അപ്പൊ അതില് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടതിന്റെ അത് വേറൊരു ഭാവമാണ് ഇത് തന്നെ അല്ലെ. ആ മോഹനിമിത്തം ഇത് പോകും പ്രകാരം, ഇത് എങ്ങനെയാണ് പോകുന്നത് മനസ്സിൽ നിന്ന്, അതിനു വേണ്ടിയിട്ട് ഭഗവാനെ, അതായത് ഞാനും നീനെയും വേറെ വേറെ ആയിട്ട് കണ്ടു, ഞാൻ നിന്റെ അംശമാണ്, സേവകനാണെന്ന് ശരിക്കും എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, അദ്വൈതത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ അതിനെ ദ്വൈതമാക്കിയിട്ട് നമ്മൾ കൃഷ്ണാപുരത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് പലരും, ഞാൻ ഹരിനാമകീർത്തനം ഇതിടാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ഈ കാര്യം എഴുത്തച്ഛൻ പറയുന്നത് നിങ്ങൾ ആരും അത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, ആരും കമന്റ് ഒന്നും ഇടുന്നില്ല. അതെയോ അതെയോ അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു, കാര്യം ഇത് മുഴുവനും ദ്വൈതത്തിലാണല്ലോ, അദ്വൈതത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഞാനത് ദ്വൈതമാക്കിയിട്ടാണ് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഞാനൊന്നും ഈശ്വരനും രണ്ടല്ല ഒന്നാണെന്നാണ് പറയുന്നത്. പച്ച മലയാളം വായിക്കുന്നവർക്കറിയാം. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാ പറയുന്നത്, ഞാനെന്നും ഈശ്വരനെന്നും, ഞാൻ ഈശ്വരന്റെ അംശമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ശങ്കരാചാര്യ അല്ലെ എഴുത്തച്ഛൻ അദ്വൈതിയായിട്ടാണ്. അന്നുള്ള പലരും ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടക്കം എല്ലാവരും അദ്വൈതികളായിരുന്നു. അപ്പൊ അവരെഴുതിയ കാര്യങ്ങളെല്ലാം, ശ്രീനാരായണ ഗുരു അടക്കമുള്ളവരൊക്കെ എഴുതിയ കാര്യങ്ങളെല്ലാം അദ്വൈത ഫിലോസഫിയാണ് വന്നിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ഫോളോവർ ആയിരുന്നു അവരെല്ലാവരും തന്നെ. ഈ യോഗയും ഇതെല്ലാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത, ഒരു അഷ്ടാംഗ യോഗം പ്രാക്ടീസ് ചെയ്ത ആൾക്കാരായിരുന്നു. അങ്ങനെ രമണ മഹർഷി അടക്കം ഉള്ളവർ മുഴുവൻ. അപ്പൊ അവരുടെയൊക്കെ ശിഷ്യന്മാർ ഒരുപാട് പേര് ഭാഗവതം എടുക്കുന്നുണ്ട്. അവരെല്ലാം നമ്മളുടെ ഈ ബ്രഹ്മകുമാരീസ് അടക്കമുള്ളവർ എടുക്കുന്ന മുഴുവൻ ഈ അദ്വൈതത്തിലാണ് അവർ നിൽക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഈ പറയുന്ന സീമാജി നായർ അടക്കം അവരെല്ലാരും ഈ ധ്യാനം ചെയ്യുന്നവരെല്ലാം അദ്വൈതമാണ് ഫോളോ ചെയ്യുന്നത്, ശങ്കരാചാര്യരെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ അത് മാറ്റി പറയുന്നു, ഞാനെന്നും ഈശ്വരനെന്നും. ഞാൻ ഈശ്വരന്റെ ആരാണ്, എന്താണ്, ഞാനും ഈശ്വരനായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഈ ജ്ഞാനദ്വയങ്ങൾ, ഈ ദ്വന്ദ്വങ്ങൾ അല്ലെ, ഈ ദ്വന്ദ്വങ്ങളിൽ പെട്ട് നമ്മൾ ഉഴലുകയാണ് അല്ലെ. അത് ആ ഒരു മോഹത്തിൽപ്പെട്ട് ഞാൻ ഉലഞ്ഞു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ചേതസ്സില് ശരിയായിട്ടുള്ളത് എന്താണെന്ന് തോന്നിച്ചു തരാനായിട്ട് ഒരു ബോധം വളർത്തണം, അല്ലയോ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം ആർക്കാണ്? മല്ലിയ മാതാജി, ഡങ്കം കുരങ്കം എന്ന് പറഞ്ഞ ശ്ലോകം. ശംഖും കുരങ്കവുമെടുത്തിട്ടുപാതിയുടെ ശംഖം രചാന്തവുമെടുത്തിട്ടുപാതിയുടെ ഏകാക്ഷരം തവതിരൂപം നിനപ്പവനി ഓകുന്നു മോഹമതു നാരായണായ നമഃ. ഹരേ കൃഷ്ണ. അർത്ഥം വായിച്ചു. ശംഖം എന്നത് വെൺമഴു, കുരങ്കം ഇതുകളെ ധരിച്ചതായ ശ്രീപരമേശ്വരന്റെ ഉടലിൽ പകുതിയും ശംഖും ചക്രവും ധരിച്ചതായ വിഷ്ണുവിന്റെ ഉടലിൽ പകുതിയും കൂടിയതായ ശങ്കരനാരായണ രൂപത്തെ ഭക്തിയോടുകൂടി സേവിക്കുകയും ഈ സ്വരൂപം രണ്ടും ഒതുങ്ങുന്നതായ ഓങ്കാര ബ്രഹ്മത്തെ ഏകമായി ധ്യാനിക്കുകയും സേവിക്കുകയും ചെയ്താൽ മായാസംബന്ധമായ സംസാര ബന്ധം നീങ്ങുന്നതാകുന്നു. ഹരിയും ശിവനും ഒന്നും അറിയാത്തവൻ വായിൽ മണ്ണ് എന്ന ഒരു ചൊല്ലി ഇവിടെ ഉപയുക്തമാകുന്നു. ശങ്കരനാരായണ ധ്യാനം താഴെ കൃഷ്ണ മാതാജി കേൾക്കുന്നില്ല. ശംഖ കപാലഭൂഷണകരൗ മുക്താസ്തിമാലാധരൗ
ദേവോ ദ്വാരവതി ശ്മശാന നിലയൗ നാഗാരികോ വാഹനൗ ജിതൃക്ഷൗ ബലിദക്ഷയജ്ഞമഥനൗ ശ്രീശൈലജാവല്ലഭൗ പാപം മേ ഹരതാം ജനാർദ്ദന ഹരൗ ശ്രീവത്സഗംഗാധരൗ. ഇതിനെ ധ്യാനിച്ച് എല്ലാ സ്വരൂപവും ബ്രഹ്മമെന്ന് തോന്നുവാൻ വേണ്ടി നാരായണ നിന്നെ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് ഡങ്കം കുരങ്കം? എന്താണ് ഡങ്കവും കുരങ്കവും? എന്താണ് മഴവും മാനും? ഇതാരുടെയാണ് ആയുധങ്ങളാണ്? മഹാദേവന്റെ. പിന്നെ ശംഖവും രഥാങ്കവും ആരുടെയാണ്? ശംഖവും രഥാങ്കവും എന്താണ്? ശംഖ് ചക്രവും അല്ലെ? അത് ശംഖും രഥാങ്കവും ശംഖ് ചക്രവും മഹാവിഷ്ണുവിന്റെ ആണ്. ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു രൂപം എന്ന് പറഞ്ഞ എന്താണ്? ബ്രഹ്മാവിഷ്ണു മഹേശ്വരനായിട്ടുള്ള ആ വിരാട് പുരുഷ രൂപമാണ് അല്ലെ? എല്ലാം കൂടെ ഒന്നിച്ച് ഒന്നായിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള രൂപം, അതായത് ആദി വിരാട് പുരുഷ രൂപം. അപ്പം ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവന്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരേ അക്ഷരവും ഒരേ നാമവുമാണ് എല്ലാ ദേവന്മാരെ പറ്റിയും അവരുടെ മുൻപിൽ മന്ത്രത്തിന് മുൻപിൽ ചേർക്കുന്നത്. ഓങ്കാരം അല്ലേ? ആ പ്രണവ സ്വരൂപം ചേർത്താൽ മാത്രമേ ഇവരുടെ എല്ലാം മന്ത്രത്തിനും ഇവർക്കെല്ലാം ശക്തിയുള്ളൂ അല്ലെ? പ്രണവത്തിലാണ്, ആ ശബ്ദ ബ്രഹ്മത്തിലാണ് അവരുടെ ശക്തി ഇരിക്കുന്നത്. ഏതൊരു മന്ത്രവും ജപിച്ചിട്ടാണല്ലോ ഈ മൂർത്തികളൊക്കെ നമ്മൾ ആരാധിക്കുന്നത്. ആ മന്ത്രത്തിന്റെ ബലത്തിലാണല്ലോ മൂർത്തികൾക്ക് ശക്തി കിട്ടുന്നത് അല്ലെ? അപ്പം ആ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവന്, ആ ഏകാക്ഷരത്തില് ഈ സംയുക്തമായിട്ടുള്ള രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന, ധ്യാനിക്കുന്ന ഒരാൾക്ക് എന്താണ് മോഹമൊക്കെ ഏത് വഴി പോയെന്ന് പറഞ്ഞറിയിക്കേണ്ട. അവരുടെ മോഹവും ആഗ്രഹവും എല്ലാം എന്താണ് അതിമോഹം ആപത്താണെന്നൊക്കെ പറഞ്ഞ് മോഹൻലാലൊക്കെ പറഞ്ഞ് ഇട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ അതിയായിട്ടുള്ള മോഹമൊന്നും ഉണ്ടാകില്ല. അവരുടെയൊക്കെ മോഹമൊക്കെ ഏത് വഴിക്ക് പോകും. അതായത് അവർക്ക് പ്രത്യേകിച്ചുള്ള ഒന്നിനോടൊന്നും ഒരു മമത ഉണ്ടാകുകയോ ഒന്നുമില്ല. കാര്യം എന്താണ്? അവർ മഹാദേവനെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയും ഒക്കെ എല്ലാം ഒരംശം തന്നെയാണ് എന്ന് നോക്കിക്കാണുന്നവന്, അതായത് മറ്റുള്ള എല്ലാ ജീവികളിലും, അതായത് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ്? തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏകാക്ഷരം ഹി തവ രൂപം നിനപ്പവന് പോകുന്നു മോഹ വഴി. മോഹം ഏത് വഴിയെ പോയെന്ന് പോലും അറിയില്ല. അവർക്ക് അങ്ങനെ ഒരു മോഹമോ അല്ലെങ്കിൽ അതിമോഹമോ ഒന്നും ഉണ്ടാകില്ല. അതൊക്കെ അതേപടി നശിച്ചു പോകും. കാര്യം എല്ലാത്തിനെയും സമഭാവനയോടുകൂടി ദർശിക്കാനായിട്ട് സാധിക്കും. എല്ലാം ഭഗവാന്റെ അംശമാണെന്ന് ദർശിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലേക്കൊന്നും പോകാനായിട്ട് സമയമില്ല. ഇനി അടുത്തത് എന്താണ്? 41ാമത്തെ ശ്ലോകം അടുത്ത ദിവസം എടുക്കാം. ഹരേ കൃഷ്ണ. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പം അടുത്ത എന്താണ്, ആർക്കെങ്കിലും പോയിന്റ് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധി ഭേവിച്ച പതിനന്ന പാവനിക്ക് വൈഷ്ണവിക്ക് നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ചായ. മതിയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ക്ലാസ് ഒക്കെ കേട്ടോ?